and families of faith. വിശ്വാസത്തിൻ്റെ കൂട്ടായ്മകൾ എഴുന്നേൽക്കട്ടെ. സഭ എന്ന് പറയുന്ന കാഴ്ചപ്പാട് പലപ്പോഴും യാന്ത്രികവും പ്രസ്ഥാനവും ഒക്കെ മാറിപ്പോകുന്ന കാലഘട്ടത്തിൽ കുടുംബ ബന്ധങ്ങൾക്കാണ് ദൈവം വില കൊടുക്കുന്നത്. ഐ എം പാർട്ട് ഓഫ് എ ഫാമിലി. ഞാൻ ദൈവത്തിൻ്റെ കുടുംബത്തിൻ്റെ ഭാഗമാണ്. എനിക്ക് തോന്നുന്നത് കത്തോലിക്ക വിഭാഗക്കാരിൽ ചിലർക്ക് ഇങ്ങനൊരു സ്വകാര്യ അഹങ്കാരമുണ്ട്, അല്ലെങ്കിൽ സ്വകാര്യ ചിന്തയുണ്ട്. ഞാൻ തിരുകുടുംബത്തിലെ അംഗമാണെന്ന് അവർ പറയാറുണ്ട്. കുടുംബമൊക്കെ കല്യാണമൊക്കെ ആലോചിക്കുമ്പോൾ അല്ലെങ്കിൽ അവരോട് തന്നെ പറയാറുണ്ട്. നമ്മളൊക്കെ ഈ കത്തോലിക്കരല്ലാത്തവർ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഞങ്ങളുടെ കുടുംബത്തിലാണ് മെത്രാച്ചനുള്ളത്. മർത്തോമക്കാരൊക്കെ രഹസ്യമായി ആനന്ദിക്കുന്ന കാര്യമുണ്ട്. ഞാൻ മാളിയേക്കൽ തിരുമേനിയുടെ കെട്ടിച്ചേക്കുന്ന മാളിയേക്കലെ ആണെന്നോ അല്ലെങ്കിൽ കലമണ്ണിലെ ആണെന്നോ ഒക്കെ പറയുന്ന എല്ലാവർക്കും അവരുടേതായ ഉള്ളിൽ ചില ഇതൊക്കെയുണ്ട്. ഞാൻ കീരിക്കാട്ടയാണെന്നും ഒക്കെ ഉള്ള ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു പോലെ തന്നെയാണ് ഞാൻ തിരുക്കുടുംബത്തിലെ എന്നൊരു ചിന്ത. പലർക്കും രഹസ്യമായ പല ചിന്തകളുണ്ട്. ദൈവമക്കളെ, നമ്മുടെ രഹസ്യവും പരസ്യവുമായിട്ടുള്ള സന്തോഷം എന്നാണെന്നറിയോ? എൻ്റെ അകത്ത് യേശുണ്ട്, ഞാൻ അവൻ്റെ കുടുംബത്തിലെ ഭാഗമാണ്. കർത്താവ് വന്നത് നമ്മുടെ കുടുംബങ്ങൾ പണിയാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ 2-4 പേര് കുടുംബങ്ങൾ മാത്രമല്ല, ദൈവത്തിൻ്റെ വലിയ കുടുംബം. ആ കുടുംബത്തിനകത്താണ് ക്രമമുള്ളത്. പ്രസ്ഥാനത്തിൽ മനുഷ്യൻ്റെ ക്രമമാണ്, ദൈവത്തിൻ്റെ കുടുംബത്തിലാണ് എന്തുള്ളത്? ക്രമമുള്ളത്. ഇന്ന് നിങ്ങളെ ദൈവം നിങ്ങളുടെ മധ്യത്തിൽ എപ്പോഴും വസിക്കേണ്ടതിനാവശ്യമായ ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ പോവുകയാണ്. സ്തോത്രം, ആമേൻ. എന്നാൽ പക്ഷേ നിങ്ങൾ പലരും വളരെ പ്രയാസപ്പെട്ടൊക്കെ ഇരിക്കുന്നുണ്ട്, തണുത്തൊക്കെ ഇരിക്കുന്നവരുണ്ട്, ശാരീരികമായി പ്രയാസമുള്ളവരുണ്ട്, മനസ്സുകൊണ്ട് പ്രയാസമുള്ളവരുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അല്പസമയം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചേർന്ന് ഒന്ന് പ്രാർത്ഥിച്ച് അടുത്തിരിക്കുന്ന ആളെ ഒന്ന് ബലപ്പെടുത്തുക. ആരെങ്കിലും പ്രാർത്ഥിക്കാൻ വരുമ്പോൾ നിങ്ങൾ മാറിയിരിക്കരുത്. കാരണം ഈ പ്രാർത്ഥിക്കാൻ ദൈവദാസൻ പറയുമ്പോൾ വെളിപ്പെടുന്നൊരു കൃപയുണ്ട്. നിങ്ങളൊരു ശരീരമാണ്. ഞാൻ മാത്രമല്ല, നമ്മളെല്ലാം ഒരു ലലിതമാമ, നമ്മളൊക്കെ ഒരു ശരീരത്തിൻ്റെ ഭാഗം. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പ്രാർത്ഥിക്കണം. അടുത്തിരിക്കുന്ന ആളുടെ കാര്യം നമുക്കറിയത്തില്ല, അവരേത് വേദനയിലൂടെ പോകുന്നെന്ന് അറിയത്തില്ല. അതുകൊണ്ട് പ്രാർത്ഥിക്കണം. ഈ വേദനയൊന്നും ഇല്ലാത്തവരുണ്ടായിരിക്കാം, അവർക്കായി സ്തോത്രം. ചിലപ്പോൾ 2 പേരായിരിക്കാം, ഒരാളായിരിക്കാം. വേദന ഇല്ലേലും പരസ്പരം പ്രാർത്ഥിക്കുന്ന ഒരു അനുഗ്രഹമാണ്. സോ ഫൈൻ സംബഡി. ഒരാളെ കണ്ടുപിടിച്ചേച്ച്, ബിനു ബ്രദർ ഒരാളെ കണ്ടുപിടിച്ച്, സണിച്ചാന് ജോർജ് ബറിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ചിട്ട് ഒരാളെ കണ്ടുപിടിച്ചേച്ച്, എന്നിട്ട് അങ്ങോട്ടും ഒരാളെ കണ്ടുപിടിച്ചേച്ച് ഒരാളെ ബലപ്പെടുത്തി ഒന്ന് പ്രാർത്ഥിച്ചാൽ. കണ്ടുപിടിക്കുക, ഒരു പാർട്ട്ണറിനെ വേണം പ്രാർത്ഥിക്കാൻ. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥിക്കണം. എന്ന് നിങ്ങൾ ചെറുതായിട്ട് 1 മിനിറ്റ്, എന്നിട്ട് പിന്നെ ഒരാ പാർട്ട്ണറിനെ കണ്ടുപിടിച്ച് പ്രാർത്ഥിക്കണം. പ്രാർത്ഥന വെളിപ്പെട്ട് വരട്ടെ, ഒന്ന് ബലപ്പെടട്ടെ. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, 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 സ്തോത്രം.
ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. കർത്താവ് നമ്മുടെ പ്രാർത്ഥനകളൊക്കെ കേട്ടതിനായി നമുക്ക് തന്നെ സ്തുതിക്കാം. ഹല്ലേലൂയ. പ്രാർത്ഥനയിൽ പിന്നെയും നമ്മൾ ബലപ്പെട്ടിരിക്കാൻ കർത്താവ് വളരെ ആഗ്രഹിക്കുന്നു. ഞാൻ നിങ്ങളോട് അനുഭവത്തിൽ നിന്ന് പറയട്ടെ, പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം, പ്രാർത്ഥനയിലായിരിക്കുന്ന സന്തോഷം, അതൊരു പ്രത്യേക സന്തോഷമാണ്. അനുഭവിക്കുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. ഇത്രയും പ്രാർത്ഥിക്കണം, ഏത് സമയത്തും പ്രാർത്ഥിക്കണം. ഏത് സമയത്തും പ്രാർത്ഥിക്കുന്നത് ഒരു അനുഗ്രഹമാണ്, അല്ലേ? നിങ്ങൾ ചിലരുടെയൊക്കെ ശബ്ദം കേട്ടു, വളരെ അഭിഷേകം. നിങ്ങളിൽ പലരുടെയും അഭിഷേകം വെളിപ്പെട്ട് വരണമെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം. പ്രേ 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 അറ്റ് ഓൾ ടൈംസ്. എപ്പോഴും പ്രാർത്ഥിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ആ ടീച്ചിങ്ങിലേക്ക് പോകുന്നു. അല്ലെങ്കിൽ അനൗൺസ്മെൻറ്റ്സ് ഒന്നുമില്ല, നത്തിങ്. അനൗൺസ്മെൻറ്റ്സ് പ്രത്യേകിച്ചൊന്നുമില്ല. നമുക്ക് ടീച്ചിങ്ങിലേക്ക് പോകാം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഓക്കെ, കർത്താവ് കുടുംബത്തെക്കുറിച്ച് പറഞ്ഞു. കർത്താവ് നിങ്ങളുടെ മധ്യേ വസിക്കാൻ നമ്മൾ ആഗ്രഹിക്കണം. ഞാൻ ക്രിസ്തുവിലും ക്രിസ്തു എന്നിലും. അതാണ് കർത്താവുമായിട്ടുള്ള നമ്മുടെ സ്നേഹബന്ധം. ഓക്കെ, ദൈവമക്കളെ, എപ്പോഴും ഓർക്കുക, ഇതൊരു സ്നേഹബന്ധമാണ്, അല്ലാതെ മതമല്ല. യേശുവിനെ വ്യക്തിപരമായി അറിഞ്ഞിട്ടില്ലെങ്കിൽ ഇത് മതമായി മാറും. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയൊക്കെ ഞാൻ പ്രാർത്ഥിക്കുന്നത് യേശുവുമായി അവർക്കൊരു ബന്ധം വേണമെന്നുണ്ട്. ഓക്കെ, ഒരു ഇൻറ്റിമസി, വെറും ഇൻറ്റിമസി അല്ല, നിരന്തരം നിലനിൽക്കുന്ന ഒരു ഇൻറ്റിമസി. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ, ദൈവവും നമ്മളുമായിട്ട് ബന്ധം എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമാണ്, വലിയ കാര്യമാണ്. മറ്റ് എങ്ങും ഒരു സമാനതയില്ലാത്തൊരു ബന്ധമാണ് ഭാര്യ ഭർത്തൃ ബന്ധം, അല്ലേ? It has no parallel. Why? Incomparable. കാരണം എന്താ? എപ്പോഴും നിരന്തരം ബന്ധം പുലർത്തപ്പെടുന്ന ഒരു കാര്യമാണ് വിവാഹ ജീവിതം. യേശു ഞാനും എപ്പോഴും സ്നേഹബന്ധത്തിലാണ്. നിങ്ങളൊന്ന് ചിന്തിച്ച് ചോദിക്കേ, അതാ കർത്താവ് ആഗ്രഹിക്കുന്നത്. അത് നടക്കുമോ? അടുത്തിരിക്കുന്ന ആളോട് പറയാൻ നടക്കും. അത് നടക്കും. ഇത്രയും ശ്രേഷ്ഠനായ ഒരു ദൈവം നമ്മുടെ ബന്ധം അന്വേഷിച്ച് വന്നേക്ക. എന്തുകൊണ്ടാ? നമ്മുടെ അകത്ത് പറയും അപ്പച്ചൻ്റെ ചേട്ടൻ മെത്രാച്ചനായതുകൊണ്ടാണ് എന്ന് അകത്ത് പറയും. അല്ല, ഞാൻ പ്രാർത്ഥിച്ചത് കൊണ്ടാണ്. അല്ല, കരുണ ദൈവത്തിന് തോന്നിയത് കൊണ്ടാ. എന്നോട് കരുണ തോന്നിച്ച നമ്മളോടൊക്കെ കരുണ തോന്നുക, മറ്റൊന്നും നമുക്ക് പറയാനില്ല. കരുണ തോന്നിയത് കൊണ്ട് മാത്രം. കരുണ തോന്നിയത് കൊണ്ട് ദൈവം എന്ത് ചെയ്തു? കരുണയ്ക്ക് ശേഷം വേറൊരു കാര്യം തന്നു, കൃപ തന്നു. ആ കൃപ എന്ന് പറയുന്നത് ഒരു പാക്കേജാണ്. ഓക്കെ, അപ്പൊ ഈ പാക്കേജ് വന്ന് വീഴുന്നത്
യാതൊരു ദൈവത്തെ അറിഞ്ഞുകൂടാത്ത അസംസ്കൃത വസ്തുവെന്ന് പറയുന്ന ഒരു സാധനത്തിന്മേലാണ് ഈ കൃപ വന്ന് വീഴുന്നത്. ഇത് വ്യക്തമായി തിരിച്ചറിയണേ. ദൈവത്തിൻ്റെ പ്രവൃത്തി പകൽക്കാലം നിങ്ങൾ വെളിപ്പെടുത്തുകയാണ്. ഓക്കെ, നിങ്ങൾക്ക് അതിന് ആധാരമായിട്ട് ദൈവത്തിൻ്റെ വചനം ഞാൻ ദൈവാത്മാവ് തരുന്ന പോലെ പുറകാലെ പറഞ്ഞുകൊണ്ട് വരാം. ഞാനൊരു വാക്യം എടുത്തു വെച്ചു മറ്റൊരു ഇണവാക്യം കണ്ടുപിടിച്ചാൽ അതിനൊരു കുഴപ്പമൊന്നുമില്ലല്ലോ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് തനിക്ക് യോജിച്ച രീതിയിൽ ചെയ്യാമല്ലോ. ചേർന്നൊരു സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. അപ്പൊ നോക്കിക്കേ, ദൈവത്തിൻ്റെ കൃപ വന്നു വീണത് അസംസ്കൃത വസ്തുവിന്മേല. നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ വളരെ യോഗ്യരും മാന്യരുമൊക്കെയാണ്. നമുക്ക് ശരിയാണ്, ലോകപ്രകാരം നമ്മൾ യോഗ്യരും മാന്യരുമൊക്കെയാണ്. നമ്മൾ കണ്ണാടിയിലൊക്കെ നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് വലിയ സിനിമാ താരങ്ങളെയൊക്കെ കണ്ടേച്ചാൽ നമ്മൾ രാവിലെ വരുന്നത്, അല്ലെ ഒരു തലമുടി ഇങ്ങോട്ട് വീണാൽ പിന്നെ ഒന്നുകൂടി ഇങ്ങനെ വെച്ചൊക്കെ നമ്മൾ വരുന്നത്. കാരണം നമ്മുടെ മുമ്പിലുള്ള യോഗ്യത എന്ന് പറയുന്നത് കറക്റ്റായിട്ട് തലമുടി ഇങ്ങനെയൊക്കെ ഇരിക്കുന്നതാണ് നമ്മുടെ മുമ്പിലുള്ള. അപ്പം നമ്മൾ തന്നെ യോഗ്യരായി, നമ്മൾ മാന്യരായിട്ടൊക്കെ നമ്മൾ ജീവിക്കുമ്പോൾ ദൈവം അങ്ങനെയല്ല കണ്ടത്. കാരണം ആ സമയത്തെല്ലാം ലോകവും പിശാചും ഇങ്ങനെ നമ്മളെ കുറ്റം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. പിശാച് വാദിച്ചുകൊണ്ടിരിക്കുക, ഒരു മിനിറ്റും കൂടി ഈ ലോകത്തിൽ ജീവിക്കാൻ അർഹതയില്ല, ഇങ്ങ് വിട്ടുതരണം, ഇങ്ങ് തന്നേരെ. ദൈവം പറഞ്ഞു, നോ, എനിക്കൊരു പദ്ധതിയുണ്ട്, വിട്ടുതരത്തില്ല. ഞാൻ രക്തം ഒഴുക്കിയതാണ്, ഞാൻ വീണ്ടെടുക്കാൻ പോവുകയാണ്, പിന്നെയും അവസരം തരാൻ പോവുകയാണ്. സ്തോത്രം. നമ്മളിതറിഞ്ഞില്ല. നമ്മൾ പാപത്തിലായിരിക്കുമ്പോൾ തന്നെ ഒരു യുദ്ധം നടന്നായിരുന്നു. നാം ലോകത്തിൽ വീണപ്പോൾ തന്നെ ദൈവവും നമ്മുടെ മേൽ അവകാശമുണ്ടായിരുന്ന സകലവുമായിട്ടൊരു യുദ്ധം കഴിഞ്ഞായിരുന്നു. എത്രയൊക്കെ വിശ്വാസമുണ്ട്? ഉദരത്തിൽ പിറക്കുമ്പോഴേ യുദ്ധം തുടങ്ങുമെന്നാണ് ഞാൻ കേട്ടേക്കുന്നത്. ഒരു കുഞ്ഞ് കൺസീവ്ഡ് ആകുമ്പോഴേ യുദ്ധം തുടങ്ങും. വിശ്വസിക്കുന്നുണ്ടോ? സ്തോത്രം. അപ്പോഴേ കർത്താവ് പറയും, അതിനെയോ, അത് പണ്ട് എനിക്ക് വേണ്ടി തന്നതല്ലേ, അതിന്റെ ഉദരത്തിൽ പിറക്കുന്നതോ, അത് എനിക്കുള്ളത് പണ്ടേ അവർ പറഞ്ഞു വെച്ചേക്കുന്നില്ല. ചേർന്ന് സ്തോത്രം പറഞ്ഞ. ഹല്ലേലൂയ. അപ്പൊ അസംസ്കൃത വസ്തു, സബ്സ്റ്റൻസ്, അതിന്റെ മേലെ വന്ന് കൃപ വന്ന് വീണു. എന്നിട്ട് ഈ അസംസ്കൃത വസ്തു ഒരു പ്രത്യേക പ്രായമായപ്പോഴാണ് പലതും തിരിച്ചറിയാൻ തുടങ്ങിയത്. ജീവിതത്തിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ വന്നപ്പോൾ നമ്മളായിരിക്കുന്ന ഈ അസംസ്കൃത വസ്തു, നോ ഓർഡർ, യാതൊരു ഓർഡറും ഇല്ലാത്ത ഈ സാധനം, ഇതിന്റെ വിചാരം എന്താ? ഇത് വലിയ ഏതാണ്ടാന്ന് ഇതിന്റെ വിചാരം. പക്ഷെ ദൈവത്തിന് മുമ്പാകെ ഒരു പ്രയോജനമില്ലാതെ ഇരിക്കുന്നതിനെ ദൈവം 25 വർഷം 40 വർഷം മിണ്ടാതെ അങ്ങിരുന്നു. പക്ഷെ ആ സമയത്തെല്ലാം ദൈവം ഇതിൻ്റെ മേൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതെൻ്റേതാണ്, 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 ഇതെൻ്റേതാണ്. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഒരു സ്തോത്രം ചെയ്താട്ടെ. ഇതെൻ്റേതാണ്, ഇതെൻ്റേതാണ്. ഓ, വചനത്തിനകത്ത് അതിനകത്ത് അടിസ്ഥാനമുണ്ടോ പാസ്റ്റർ? ഉണ്ടല്ലോ. ദൈവത്തിൻ്റെ പദ്ധതി നിങ്ങൾ തിരിച്ചറിയണം. നമ്മൾ ഞായറാഴ്ച രാവിലെ വരുമ്പോൾ ദൈവത്തിൻ്റെ പദ്ധതികൾ പറയുന്നത് അനുഗ്രഹമാണ്. നമ്മൾ എത്ര നന്നാകുമെന്നുള്ളതിനേക്കാൾ നല്ലത്, അല്ലേ, ഈ കറക്ഷൻ ഓഫീസറിനേക്കാൾ ഓഫീസറല്ല, ഫെസിലിറ്റിയേക്കാൾ നല്ലത്, ദുർഗുണ പാഠ പരിഹാരശാലയേക്കാൾ നല്ലത് സ്നേഹം കൊടുക്കുന്ന, അല്ലേ, അപ്പൻ്റെ ഗുണം കാണുന്ന, ഇത് ശുശ്രൂഷിക്കുന്നവരെ ഞാൻ അറിയിക്കുക, ദൈവത്തിൻ്റെ നന്മകൾ നിങ്ങൾ വിളിച്ചു പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ നടക്കും, എല്ലാം നടക്കും. അപ്പൊ കർത്താവ് ഈ അസംസ്കൃത വസ്തുവിനെ നോക്കി അതൊരു പ്രത്യേക സമയമായപ്പോൾ കർത്താവ് നേരത്തെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ ഇപ്പോൾ പറഞ്ഞു വന്നു. ലോകസ്ഥാപനത്തിന് മുമ്പേ പിതാവ് പുത്രനോട് സംസാരിച്ചു കൊണ്ടേയിരുന്നു. വിശ്വസിക്കണം. നിങ്ങൾ അവിടെ ഇവിടെയൊക്കെ നിങ്ങളുടെയൊക്കെ മനസ്സ് ചിലർ അവിടെ ഇടയ്ക്ക് പോകുക. നിങ്ങൾ ചിന്തിക്കും, ഇത്ര ഭാരിച്ച ചിന്ത എന്താ? നമുക്ക് മക്കളെ കെട്ടിക്കാൻ സമയമാകുമ്പോൾ കെട്ടിക്കാം, നമുക്ക് ബാങ്ക് ബാലൻസ് കർത്താവ് തരും, നമുക്ക് നല്ല ജോലി തരും. കഴിഞ്ഞ ദിവസം ആരാണ്ട് ഇന്ന് രാവിലെ മീറ്റിങ്ങിന് വരുന്നില്ല എന്ന് പറഞ്ഞാൽ ആരാണ്ട് തമാശ ചോദിക്കും, ഇത്രയേ ഉള്ളൂ കൊച്ചു കുഞ്ഞ്, ആരാണ്ട് തമാശ ചോദിക്കുക, എന്നെ അവളെ പെണ്ണ് കാണാൻ ആരെങ്കിലും വരുന്നുണ്ടോ? അടുത്തിരിക്കുന്ന ആളോട് പറയും, എനിക്കൊരു ഭാരമില്ല. ഒന്ന് പറഞ്ഞ അടുത്തിരിക്കുന്ന ആളോടൊന്ന് പറഞ്ഞേ, എനിക്കൊരു ഭാരവുമില്ല. കർത്താവ് പറഞ്ഞോണ്ടായി പറയുന്നത്. നിങ്ങളില്ലാത്ത ഭാരം എല്ലാം കൂടെ വലിച്ചെടുക്കാതെ. ഭാരമൊന്നുമില്ല, എനിക്ക് ഭാരവും ഇല്ല, പേടിയില്ല, നിങ്ങൾക്ക് ഭയപ്പെടാനൊന്നുമില്ല. ഈ ഭാരം പേടിയുടെ ഭാഗമാണെന്നറിയോ? ഒരു ഭാരവും വേണ്ട, ഒരു ഭാരവും വേണ്ട, ഭാരം എടുക്കരുത്. ഈ ഭാരം അകത്തുള്ളത് കൊണ്ടാണ് ശ്രദ്ധയില്ലാത്തത്. ചേർന്ന് സ്വത്രം പറഞ്ഞേ. പുറമേ ചിരിച്ചൊക്കെ കാണിക്കുമെങ്കിലും അകത്ത് ഭാരമുള്ളത് കൊണ്ടാണ് ശ്രദ്ധയില്ലാത്തത്. നിങ്ങൾക്കറിയാമോ, നിങ്ങളവിടെ വലിയൊരു ഭാരം എടുത്തു വെച്ചേച്ച്, വലിയൊരു ഭാരം എടുത്തു വെച്ചേച്ച് കുറേ നേരം ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സാധിക്കുമോ? നിങ്ങൾ ഈ ചുമടെടുക്കുന്നവരെ കണ്ടിട്ടുണ്ടോ? ചുമടെടുക്കുന്നവരെ എങ്ങനെയാ? ചുമടെടുക്കുമ്പം വേറെ ഒന്നും ചുമടെടുത്തേച്ച് എത്രയും വേഗം ഇതുകൊണ്ട്
അതിനിടയിൽ ചുമടെടുക്കുന്ന സഹോദര വേദോസം വായിച്ച് ഒരു അരമണിക്കൂർ നിൽക്കുമെന്ന് പറഞ്ഞാൽ അവർക്ക് പറ്റുമോ? എന്താ കാര്യം? എന്താ ഈ ചുമടൊന്ന് ഇറക്കട്ടെ. ഇന്ന് പകൽക്കാലം ചുമട് ഇറക്കി വെച്ച് പോയാൽ മതി. ഇനിയും ചുമടെടുക്കാൻ വേണ്ടി നമ്മൾ മെനക്കെടരുത്. ആ ചുമട് അങ്ങോട്ട് കൊടുത്തേ. ഓരോരോ ചുമടുകൾ അങ്ങോട്ട് പറയാം. അടുത്ത മാസത്തെ മോർഗേജ് ഞാൻ ഓരോന്ന് പറയുമ്പോൾ ഞാൻ കർത്താവിന് കൊടുക്കുന്നു എന്ന് എന്നോട് ഏറ്റു പറയാമോ? ഈ വചനം പറയാൻ പറ്റുന്നില്ല എനിക്ക്, അതുകൊണ്ടാണ് ഈ പറയുന്നത്. അടിച്ചു പിടിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ട് അങ്ങ് പോയാൽ മതിയോ? ഈ പറയുന്ന അകത്ത് കേൾക്കണ്ടേ? സ്തോത്രം. ഓരോന്നോട്ട് പറയാം, അടുത്ത മാസത്തെ മോർഗേജ് ഞാൻ കർത്താവിന് കൊടുത്തു എന്ന് പറ ഉപദേശി. ഹല്ലേലൂയ. തലമുറയെ കുറിച്ചുള്ള ഭാരം, രോഗം, ശാപം, ആധി, പ്രശ്നങ്ങൾ, ഹല്ലേലൂയ, എല്ലാം കർത്താവിന് കൊടുത്തു. ഹല്ലേലൂയ. കരങ്ങൾ കർത്താവിനെ സ്തുതിച്ച്. അല്ല, ഞാൻ പറയട്ടെ, നിങ്ങൾ കർത്താവിനെ ഏൽപ്പിക്കാതെ നിങ്ങൾ ഇതിനകത്ത് കയറി അള്ളിപ്പിടിച്ചോണ്ടിരുന്നാൽ ഒന്നും നടക്കുകയില്ല കേട്ടോ. നിങ്ങളാരും വിചാരിക്കുന്നില്ലൊന്നുമല്ല. നിങ്ങളുടെയൊക്കെ ചിന്ത എന്താ? നിങ്ങൾ ഏതാണ്ട് ഇതിനകത്തൊക്കെ ഭാരം എടുത്തേച്ചും ഇടയ്ക്കിടയ്ക്ക് കർത്താവെ ഭാരം ഏൽപ്പിക്കുന്നതെന്ന് പറഞ്ഞ് തിരിച്ചിങ്ങോട്ട് വന്നേച്ചും കർത്താവ് എല്ലാം ചെയ്യുമെന്നാണോ? വിട്ടുകൊടുക്കുക, യേശുവിന്റെ ധൈര്യമായിട്ട് വിട്ടുകൊടുക്കുക. ഇത് പറയാൻ പോകുന്ന വിഷയം അതാ. പൂർണ്ണമായിട്ടും ദൈവം കാര്യം ഏറ്റെടുത്തില്ലെങ്കിലേ കാര്യം നടക്കുകയില്ല കേട്ടോ. ഏത് കാര്യമാണേലും ദൈവത്തിന് വിട്ടുകൊട്. വേണേ ചെയ് കർത്താവെ, ഞാൻ കർത്താവിനോടുണ്ട്. അത് ഏത് വിഷയമായിക്കൊള്ളട്ടെ. പിന്നെ ഞാൻ കർത്താവ് എന്നോട് പറഞ്ഞതാ, എനിക്ക് ചില സമയത്തൊക്കെ ശരീരത്തിനും മനസ്സിനൊക്കെ വല്ലാത്ത ബുദ്ധിമുട്ട് വരുമ്പോൾ ഞാൻ ചോദിച്ചു, കർത്താവ് ഇതിങ്ങനെ വരേണ്ട കാര്യം എന്താ? ഞാൻ പറയാം, എനിക്കൊന്നിനെ കുറിച്ചും ഭാരമില്ലല്ലോ. ഇല്ലേ കർത്താവ്, എനിക്കെന്നാ ഭാരം? എനിക്ക് എന്നെക്കുറിച്ച് യാതൊരു ഭാരവുമില്ല. ഏത് നിമിഷം ഞാൻ റെഡിയാണ്, എന്തിനും റെഡിയാണ്. എൻ്റെ ഭാര്യയെക്കുറിച്ച് എനിക്ക് ഭാരമില്ല, എൻ്റെ മക്കളെക്കുറിച്ച് എനിക്ക് ഭാരമില്ല. റിയലി ഇല്ല കർത്താവേ. പിന്നെ കർത്താവെ, സഭയിൽ ചില സഹോദരങ്ങൾ കുറേ നാളുകളായി കിടന്ന് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അതിന് നിനക്കെന്താ? ഞാൻ പാസ്റ്റർ ഇല്ലയോ? ആരാ പാസ്റ്റർ? അല്ല, കർത്താവാ പാസ്റ്റർ. ആണല്ലോ. ആ ഭാരം കൊണ്ട് വിട്ടേ. നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായോ? ഞാൻ നിങ്ങളോട് പറയാം. ഈ സഭയിൽ നിങ്ങൾ ഓരോരുത്തരും വല്ലാതെ കിടന്ന് കഷ്ടപ്പെടുകയും നിലവിളിക്കുകയും ചെയ്യുമ്പോൾ ഞാനും മാറിയിരുന്ന് നിലവിളിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. അടുത്ത് വന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ തന്നില്ലേലും ഒക്കെ സ്നേഹിക്കാൻ ദൈവത്തിനറിയാം. ഈ കാണിച്ചുള്ള സ്നേഹമൊക്കെ എനിക്ക് വലിയ പരിചയമൊന്നുമില്ല. കാരണം അതൊക്കെ അന്നേരം കാണിച്ചേച്ചങ്ങ് പോകും. അത് ഞാൻ ഒത്തിരി അനുഭവിച്ചിട്ടുള്ളത്. എനിക്ക് അതിനകത്തൊന്നും താല്പര്യം. അതുകൊണ്ട് നിങ്ങളിൽ ചിലർ കിടന്ന് സ്ട്രഗിൾ ചെയ്യുന്ന കാണുമ്പോൾ നിങ്ങളെക്കാൾ കൂടുതൽ പ്രയാസം എനിക്കാണ്. കാരണം സഭായോഗത്തിന് വരുമ്പോൾ ഒരുമിച്ച് കാണുമ്പോൾ എല്ലാവരും ഒരുമിച്ച് സന്തോഷിക്കാൻ അപ്പൻ്റെ ഹൃദയമുള്ളവർക്കെല്ലാം മനസ്സിലാവും. എത്ര പേർക്ക് മനസ്സിലായി? അപ്പനും അമ്മയൊക്കെ ആണല്ലോ ഇവിടെ ഇരിക്കുന്നത്. മക്കളെല്ലാവരും സന്തോഷിക്കണം എന്നല്ലേ ക്രിസ്തു. പക്ഷെ കർത്താവ് എന്നോട് 2 ദിവസം മുമ്പേ പറഞ്ഞു, യു സ്റ്റോപ്പ് ഇറ്റ്. അവരെൻ്റെ മക്കളാ. അടുത്തിരിക്കുന്ന ആളോടൊന്ന് പറഞ്ഞേ, ഞങ്ങൾ ദൈവത്തിൻ്റെ മക്കളാ. ഹല്ലേലൂയ. ഇനി നിങ്ങൾ നോക്കിക്കോണം കാര്യങ്ങൾ നടക്കുന്നത് എന്ന് പറഞ്ഞാൽ ചില സമയത്ത് എനിക്ക് കാലത്തൊക്കെ എഴുന്നേക്കാൻ അങ്ങ് പ്രയാസം, പ്രത്യേകിച്ച് കാര്യമൊന്നും മനസ്സിനകത്ത് അങ്ങ് ബുദ്ധിമുട്ടാ. കർത്താവ് ഇതെന്താ? വാട്ട് ഈസ് ഹാപ്പനിങ്? പറയുന്നത് അനുസരിക്കാത്തതുകൊണ്ട് എവിടെയാണ്, എന്താണ് പ്രശ്നം? എത്ര പ്രാർത്ഥിച്ചാലും നിങ്ങൾ മനസ്സിലാക്കണം, ഒരു കാര്യം തമ്പുരാൻ ഏൽപ്പിച്ചാൽ എൻ്റെ മനസ്സും ശരീരവും എല്ലാം അതിനകത്തായിരിക്കും. അത് തീരുന്നത് വരെ, പ്രശ്നം തീരുന്നത് വരെ. ചെറിയ പ്രായം തൊട്ടേ കർത്താവ് എനിക്ക് തന്നൊരു സ്വഭാവമാണ്, ഒരു വിഷയം തീരുന്നത് വരെ ഈ നീറ് കടിക്കാന്ന് കേട്ടില്ലേ? അതുപോലെ നിൽക്കുന്നൊരു മനസ്സായിരുന്നു എൻ്റേത്. നിങ്ങളെ പ്രതി ശരീരത്തിന് വേദനയും മനസ്സിന് വേദനയും. പക്ഷെ ഇപ്പോഴതില്ല. കാരണം എന്താ? ഏൽപ്പിച്ചു കൊടുത്തു. സഭ കർത്താവിൻ്റെതാ. അടുത്തിരിക്കുന്ന ആളുകൾ പറയാം, നമ്മൾ ജയം കാണും, ഇനി നമ്മൾ ജയം കാണും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ ഒരു കുടുംബ ബോധം നമുക്കുണ്ടാകണം. എൻ്റെ സഹോദരിയും വിടുതൽ കാണും. ഇത് എൻ്റെ ആഗ്രഹമാണ്, ആവശ്യമാണ്. അതിനുവേണ്ടി സഹോദരന് വേണ്ടിക്ക് അറിഞ്ഞു പ്രാർത്ഥിക്കണം. ഇന്ന് പകൽക്കാലം ഉത്തരവാദിത്വം ആർക്കൊക്കെ ഏറ്റെടുക്കാം. എൻ്റെ സഹോദരനും സഹോദരിയും സന്തോഷത്തോടെ ജയിക്കുന്നത് എനിക്ക് കാണണം. എനിക്ക് വേറൊരു വലിയ എൻ്റെ ഹൃദയത്തിലുള്ള ആഗ്രഹം എന്നാന്ന് നിങ്ങൾക്കറിയാം? ഇതിനകത്തിരിക്കുന്ന എല്ലാവരും, കുഞ്ഞുങ്ങളടക്കം, പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കണം. പരിശുദ്ധാത്മ സ്നാനം ഉണ്ടായിരിക്കും. എത്ര പേർക്ക് ഇതെൻ്റെ ഒരു ഭാരമെന്നല്ല, എൻ്റെ ഒരു ആഗ്രഹമാണ്. എൻ്റെ ആഗ്രഹത്തോടെ എത്ര പേര് ചേർന്ന് പ്രാർത്ഥിക്കും? സഭയിലുള്ള എല്ലാവരും, എൻ്റെ കൈ വിറയ്ക്കും നിങ്ങളുണ്ടോ? സഭയിലുള്ള എല്ലാവരും പരിശുദ്ധാത്മാവ് പ്രാപിച്ചാൽ
കുഞ്ഞേ, അത് നിങ്ങൾക്ക് സൗജന്യമായി ദൈവം തരുന്നതാ. ആത്മാവിനെ ലഭിച്ചാൽ, ആത്മാവിൽ പ്രാർത്ഥിച്ചാൽ, ആത്മാവിൽ വചനം പറഞ്ഞാൽ ദേശം ഇളകുന്നത് പോലത്തെ പ്രവർത്തികൾ നിങ്ങളുടെ കുടുംബത്തിൽ ദൈവത്തിൽ നടക്കും. അതിന് 10,000 പേര് വേണ്ട, 10 പേര് മതി. നിങ്ങളും പരിശുദ്ധാത്മാവും ഭയങ്കര കോമ്പിനേഷനാ. വേറെ ആരും വേണ്ട. നിങ്ങളും പരിശുദ്ധാത്മാവാണെങ്കിൽ ഭയങ്കര കോമ്പിനേഷനാ, അമേസിംഗ് കോമ്പിനേഷൻ. അതുപോലൊരു കോമ്പിനേഷൻ വേറെ ഇല്ല. അതെൻ്റെ ഒരു ആഗ്രഹമാണ്. കുറെ നാൾ മുമ്പ് സ്നാനപ്പെട്ട എല്ലാവരും അഭിഷേകം പ്രാപിക്കണ ഒരു 2 സീസണ് മുമ്പാണ് ഞാൻ ഇങ്ങനെ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. അപ്പം എൻ്റെ ഈ ആഗ്രഹം ഏറ്റെടുക്കുന്നവരുണ്ട് സഭയിൽ. ഒരു പ്രാവശ്യം കഴിഞ്ഞതിന് മുമ്പിലത്തെ 40 ദിവസം ഉപവാസത്തിന് നമ്മുടെ സഹോദരി ഗീതാ സുരേന്ദ്രനാഥ് വന്നപ്പോൾ പലരും അഭിഷേകം പ്രാപിച്ചു. അത് ഒരാൾ അഭിഷേകം പ്രാപിച്ചു കഴിഞ്ഞേച്ച് ഓടി വന്ന് എന്നെ ഞാൻ കെട്ടിപ്പിടിച്ചു. കാരണം എൻ്റെ ആഗ്രഹം ആ വ്യക്തിയുടെ ഹൃദയത്തിനകത്ത് ഇങ്ങനെയാണ്. ഞാൻ പറഞ്ഞു, സ്നാനപ്പെട്ടാൽ പോരാ, സ്നാനപ്പെട്ടാൽ ഉടനെ ദൈവം പറഞ്ഞിരിക്കുന്ന ഒരു വാഗ്ദത്തമുണ്ട്. എന്താ അത്? യോഹന്നാൻ 14 പോയിക്കേ. നിങ്ങൾ ഈ ദർശനം, എൻ്റെ ഹൃദയം നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ പരിശുദ്ധാത്മാവിൽ നിങ്ങൾ നിറഞ്ഞു വന്നാൽ, സ്തോത്രം, നിങ്ങൾ ചിലപ്പോൾ പറയും, പാസ്റ്റർ എങ്ങോട്ട് മാറിക്കേ, ഞങ്ങളൊന്ന് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. ഇത് നോക്കിക്കേ നിങ്ങൾ. യോഹന്നാൻ 14:16-17 വായിച്ചേ. നിങ്ങൾ എന്നെ സ്നേഹിച്ചതല്ല, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതാണ്. 1 കർത്താവ് പറയുന്നു. 2 നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു, നിങ്ങൾ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. അതിനകത്ത് 1 സ്നാനം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എന്താ? 16-ാമത്തെ വാക്യം വായിച്ചേ. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും, കണ്ടോ, എന്നേക്കും നിങ്ങളോടുകൂടി ഇരിക്കേണ്ടതിന്, എന്നേക്കും, ഫോറെവർ, എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. ഇത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുക. ഏറ്റെടുക്കോ? അപ്പൊ അതിനൊരു കണ്ടീഷൻ ഉണ്ട്. എന്താ കണ്ടീഷൻ? ഇതിന്റെ പുറകിലുള്ള വാക്യം 15 വായിച്ചേ. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. ഏറ്റവും വലിയ കൽപ്പന എന്താ? നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും സ്നേഹിക്കണം. 2 നിന്റെ കൂട്ടുകാരനെ അല്ലെ സഹോദരനെ. അതാ ഏറ്റവും വലിയ കൽപ്പന. സ്നാനമല്ല ഏറ്റവും വലിയ കൽപ്പന. തിരിച്ചറിയുന്നുണ്ടോ? ഞാൻ പറയുന്നതിന്റെ കാരണമുണ്ട്. ജലസ്നാനമാണ് ഏറ്റവും വലിയ കൽപ്പന. വല്ല വിധത്തിലൊന്ന് സ്നാനപ്പെടുക, പിന്നെ എന്തോ വേണേലും. അതല്ല, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും. നിന്റെ കൂട്ടുകാരനും നിന്നെ പോലെ തന്നെ. നിന്റെ കൂട്ടുകാരൻ സന്തോഷിക്കുന്ന നിനക്ക് സന്തോഷം അകത്ത് ദൈവം തരും. അവന് വേദനയാണ്, നിനക്ക് വേദന വരും. ഭാരമായിട്ട് എടുക്കേണ്ടതേ ഉള്ളൂ. എന്നിട്ട് കൂടെ പ്രാർത്ഥിക്കണം. പിന്നെയും കൽപ്പനകളുണ്ട് കേട്ടോ. ഞാൻ പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുന്നതാണല്ലോ പറഞ്ഞു തുടങ്ങിയത്. നോക്കിക്കേ, പരിശുദ്ധാത്മാവ് അങ്ങോട്ട് കൊണ്ടുവന്ന് കണ്ടോ, എത്രയൊക്കെ സന്തോഷമാണ്. കർത്താവ് നമ്മളോട് കൽപ്പനകൾ പറയും. ചിലതൊക്കെ പേഴ്സണലാണ്. മലയാളമായതുകൊണ്ട് പേഴ്സണൽ എന്നൊക്കെ പറയുന്നത്, ഇംഗ്ലീഷിൽ പേഴ്സണൽ എന്നാണ് പറയുന്നത്. പേഴ്സണലാണ് ചിലതൊക്കെ. എന്നോട് ചില കൽപ്പനകൾ ദൈവം എനിക്ക് വേണ്ടി പറഞ്ഞിട്ടുണ്ട്. നിങ്ങളോടത് പറയണമെന്നില്ല. ഉദാഹരണത്തിന്, ചിലരോട് ദൈവാത്മാവ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, കുഞ്ഞെ നിനക്ക് മരുന്ന് വേണ്ട. പത്യോപദേശത്തിൽ പ്രസിദ്ധനായിരുന്ന കല്ലുമല കുഞ്ഞുമോൻചാൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ശക്തനായ ദൈവദാസൻ, മാവേലിക്കര എന്ന് പറഞ്ഞ സ്ഥലത്ത് കല്ലുമല കുഞ്ഞുമോൻചാൻ ഭക്തി, പത്യോപദേശത്തിൽ വളരെ അഗ്രഗണ്യനായിരുന്നു. നല്ല വചനമൻ. അദ്ദേഹത്തിൻ്റെ മകൻ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതൊക്കെയാണ്. നല്ലൊരു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിന് സൗഖ്യ ശുശ്രൂഷയുണ്ട്. അച്ചായന്, ഈ കല്ലുമല കുഞ്ഞുമോൻചാൻ, പപ്പായ്ക്കും അമ്മയ്ക്കൊക്കെ നന്നായിട്ട് അറിയാം. എനിക്ക് അദ്ദേഹത്തെ ചെറിയ പ്രായത്തിൽ കണ്ടു പരിചയമേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ തലമുറ സജി, അദ്ദേഹത്തിൻ്റെ മകനെ എനിക്കറിയാം. അദ്ദേഹമൊക്കെ മരുന്ന് ഉപയോഗിക്കത്തില്ലായിരുന്നു. ദൈവാത്മാവ് അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു. യാക്കോബായ സമുദായത്തിൽ നിന്ന് മാറി വന്ന ഈ പ്രിയ അച്ചായൻ, ജേക്കബ് ഈശോ എന്ന്, എം ഇ ഈശോ എന്ന് അങ്ങനെ കണ്ട അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല. നോ ഈശോ സംതിങ് ലൈക്ക് ദാറ്റ്, വാട്ട് എവർ, ഡസൻറ്റ് മാറ്റർ. പുള്ളിക്കാരൻ ഒരു സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ് ആയിരുന്നു. മെഡിക്കൽ കമ്പനിയിലോ മറ്റോ സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ് ആയിരുന്നു. അദ്ദേഹം രക്ഷിക്കപ്പെട്ട് വരാൻ എന്തോ ശരീരത്തിൻ്റെ എന്തോ പ്രയാസമായിരുന്നു കാര്യം. അദ്ദേഹം രക്ഷയിലേക്ക് വന്നു. കർത്താവ് അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ മരുന്ന് കഴിക്കേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിരിക്കുന്ന പല ദൈവദാസന്മാരുണ്ട്. എന്നാൽ ദൈവദാസന് കൊടുക്കുന്നതോ അല്ല നിങ്ങൾ വ്യക്തിപരമായി കൊടുക്കുന്നത് നിങ്ങൾക്കുള്ളതാണ്. നിങ്ങളോട് ദൈവം ചിലത് പറയുമായിരിക്കും. ദൈവവുമായിട്ട് അടുത്ത് ബന്ധമുള്ളവരോട് ഞാൻ ഇന്ന് സംസാരിക്കുകയാണ്.
പാസ്റ്ററോട് പറയത്തില്ലായിരിക്കും, നിങ്ങളോട് പറഞ്ഞേക്കാം. കുഞ്ഞെ, സഭയിലുള്ള എല്ലാവരും ചെയ്തോട്ടെ, നീ ചെയ്യണ്ട. ഒരു പക്ഷേ സഭയിലുള്ളവരെല്ലാവരും തുള്ളിച്ചാടുമ്പോൾ ദൈവാത്മാവ് നിന്നെ മാറ്റി വെച്ച് പറയും, നീ പോയി ചെന്ന് പ്രാർത്ഥിച്ചേ. എത്ര പേർക്ക് ഈ ഒരു വ്യക്തിപരമായ ബന്ധം ദൈവമായിട്ടുണ്ട്? ഇതൊരു കുടുംബമാണ്. കുടുംബത്തിൽ പല മക്കളുണ്ട്. പല മക്കളോടും അപ്പൻ പല രീതിയിലാണ് ഇടപെടുന്നത്. ദൈവം എനിക്ക് അപ്പനാന്ന് പറയുന്നവരെല്ലാം കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. അപ്പം മനസ്സിലാക്കണം, എനിക്ക് ദൈവം ഇതുപോലെ പല 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 നിഷ്കർഷകൾ തന്നിട്ടുണ്ട്. ചില സമയത്ത് ചില നിഷ്കർഷകൾ തന്നിട്ടുണ്ട്, പാലിക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഞാൻ പറയും, വല്ല വിധേനം എന്നെ കൊണ്ട് പാലിപ്പിക്കണമേ കർത്താവേ. കാരണം അതുകൊണ്ട് എനിക്ക് കിട്ടുന്ന നന്മ എന്നറിയോ? ഈ പറയുന്ന 16-ാമത്തെ വാക്യമാണ്. എന്നാൽ ഞാൻ പിതാവിനോട് അവൻ സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടി ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. അപ്പം നിങ്ങൾ ചോദിക്കും, അപ്പം ഈ ഞങ്ങൾ വരുന്ന വേർപെട്ട് ആരാധിക്കുന്ന സ്ഥലത്താണല്ലോ, ഞങ്ങൾക്ക് ആത്മാവ് ഉണ്ടല്ലോ, ആത്മാഭിഷേകമൊക്കെ ഉണ്ടല്ലോ. ഉണ്ട്. എൻ്റെ ചോദ്യം ഇതാണ്, നിങ്ങൾ എന്തു പ്രാർത്ഥിച്ചാലും അത് കിട്ടുന്ന ഒരവസ്ഥയെക്കുറിച്ചൊന്ന് ചിന്തിച്ചേ. നല്ലതാണോ? നിങ്ങളെപ്പോൾ ശുശ്രൂഷിച്ചാലും അവിടെ ഒരു സൗഖ്യം നടക്കുന്നത് നല്ലതാണോ? നിങ്ങളെന്നും എപ്പോഴും ഭാരം വിട്ടൊഴിഞ്ഞവരായി സന്തോഷത്തോടെ എപ്പോഴും ആനന്ദത്തോടെ നിൽക്കുന്നത് ഒരു നല്ല കാര്യമാണോ? നിങ്ങളുടെ സാഹചര്യങ്ങളിൽ നന്മയുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുന്നത് നല്ല കാര്യമാണോ? സ്ഥിരമായി വിടുതൽ വരട്ടെ, പോട്ടെ, കർത്താവ് തരും. പക്ഷെ എൻ്റെ ലക്ഷ്യം അതല്ല. എൻ്റെ നോട്ടം എപ്പോഴും എൻ്റെ യേശുവിലാണ്. അങ്ങനെ ഒരു ജീവിതം ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു സ്തോത്രം പറഞ്ഞാൽ, അതിന് നിങ്ങൾക്ക് ആവശ്യമാണെന്ന് അറിഞ്ഞിട്ട് കർത്താവ് തന്ന ഒരാളാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ. അതാ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? ഞാൻ നിങ്ങൾക്ക് എന്നേക്കും നിങ്ങളുടെ കൂടെ ഇരിക്കേണ്ടതിനൊരു കൽപ്പന. കർത്താവ് നിങ്ങളോട് എന്ത് പറഞ്ഞാലും ചെയ്യണം. ഈ വാശിക്കകത്തൊക്കെ കയറി കർത്താവ് പറഞ്ഞു എന്നൊക്കെ വെച്ച് കാച്ചൊന്നുമല്ല. കർത്താവ് എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് ആത്മാവിൽ തന്നെ ചെയ്യുവാൻ സാഹചര്യവും ദൈവം തരും. ചേർന്ന് സ്വന്തം കർത്താവ് എന്തെങ്കിലും കർത്താവ് നേരിട്ട് എന്തെങ്കിലും നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്തോത്രം പറഞ്ഞേ, പേഴ്സണലായിട്ട്. ഓക്കെ, അതെങ്ങനെ ചെയ്യണമെന്നറിയാമോ? കർത്താവ് പറഞ്ഞാൽ ഞാൻ എൻ്റെ ജഡത്തിലല്ല അത് ചെയ്യേണ്ടത്. അതിനകത്തൊരു ക്രമമുണ്ട്. അടുത്തിരിക്കുന്ന ആളോടൊന്ന് പറഞ്ഞ ക്രമം എന്നൊന്ന് പറഞ്ഞ ഒരു ക്രമമുണ്ട്. ദൈവത്തിന്റെ കാര്യങ്ങൾ ചെയ്യുവാനൊരു ക്രമമുണ്ട്. എന്താണ് ആ ക്രമം നിങ്ങൾക്കറിയാമോ? ഒന്ന്, കൃപ. എന്ത് ചെയ്താലും കൃപയാലേ ചെയ്യാവൂ. കുറെ നാളുകൾക്ക് മുമ്പ് അനുഭവം, നമ്മൾ മറ്റുള്ളവരുടെ കുറവിൽ നിന്ന് പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുക. കുറേ നാൾ മുമ്പ് നമ്മുടെ ഫിലഡൽഫിയയിലുള്ള ചിലർ എന്നോട് പറഞ്ഞു, പാസ്റ്ററെ, ഞങ്ങളൊരു കാര്യം ചെയ്യാൻ പോവാ, ഞങ്ങൾ ഇവിടുത്തെ ഉള്ള എല്ലാവർക്കും ഞങ്ങൾ മെയിലേഴ്സ് അയക്കാൻ പോവാം. നിങ്ങൾ സ്നാനപ്പെട്ടില്ലെങ്കിൽ നിങ്ങളുടെ തല പോകും. അതേ വാക്കല്ല, ഈ അർത്ഥത്തിൽ ചില കാര്യങ്ങൾ ചെയ്യാൻ പോവാ. പല ആൾക്കാർ, ഞാൻ പറഞ്ഞു, ഞാനൊന്നും മിണ്ടിയില്ല. കാരണം അവർ നല്ല ഉദ്ദേശത്തോടു കൂടി അവർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ഇൻ എ ഗുഡ് ഇൻറ്റൻറ്റ്. അവരെ തളർത്താൻ പറ്റത്തില്ല. പക്ഷെ എനിക്കറിയാമായിരുന്നു അങ്ങനെയല്ല നമ്മൾ സുവിശേഷം പറയേണ്ടത്. സുവിശേഷം പറയേണ്ടത് എപ്പോഴും എങ്ങനെയാ? കാരണം എന്താ? ദൈവത്തിൻ്റെ ക്രമമാണ്, കൃപയാത്. നീ ഒരാളോട് സുവിശേഷം പറയാൻ പോകുമ്പോൾ എങ്ങനെയെങ്കിലും ഒരാൾ ചർച്ചയിൽ വന്നിരിക്കണം, സഭയിലുള്ള അംഗത്തിൻ്റെ തല നമ്പർ കൂടണം എന്നുള്ളതല്ല നമ്മളെ ഭരിക്കണമെന്ന് ചിന്ത. നിങ്ങൾ സുവിശേഷം പറയുന്നവൻ യേശുവിനെ കാണണം, അതിനെന്നെ പരമാവധി ഉപയോഗിക്കണം. ദാസന്മാരൊക്കെ പലപ്പോഴും യാത്രയിൽ പോകുമ്പോൾ, നിങ്ങൾ യാത്രയിലൊക്കെ പോകുമ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്, കർത്താവേ നല്ല കണക്ഷൻസിനെ കൊടുക്കണം. ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? എന്താ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ യാത്രയിൽ പോകുന്ന സ്ഥലത്ത് ആരെങ്കിലും ഒരാൾ യേശുവിനെ അന്വേഷിക്കണം. ഒരിക്കൽ ന്യൂയോർക്കിൽ JFKയിൽ ഇരിക്കുന്ന സമയത്ത് ഞാൻ സ്കോട്ട്ലൻഡിൽ നിന്നുള്ള ഒരു ചെറുപ്പക്കാരനെ കണ്ടു. ഞങ്ങൾ സംസാരിച്ച്, ഞാൻ പറഞ്ഞു, യേശുവിനെ അറിയാമോ? റിലിജിയൻ ഇസ് എ ഗുഡ് തിങ്. ഞാൻ ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് റിലിജിയൻ, ഐ എം ടോക്കിംഗ് അബൌട്ട് എ പേഴ്സൺ. ഞാൻ ഒരു വ്യക്തിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്, നോട്ട് അബൌട്ട് റിലിജിയൻ, നോട്ട് അബൌട്ട് ചർച്ച്. സ്കോട്ട്ലൻഡിൽ വരാൻ ഒരു ലെറ്ററിന് വേണ്ടിയിട്ടല്ല എന്നോട് സംസാരിക്കുന്നത്. ചേർന്ന് സ്വതന്ത്രം പറഞ്ഞിട്ട്, യേശുവിനെ നീ അറിയണം, നിത്യതയിൽ നീ എന്നോടൊപ്പം യേശുവിനെ അറിയണം, യേശു റിയാലിറ്റിയാന്ന് അറിയണം. സ്വാർത്ഥതയില്ലാതെ യേശുവിൻ്റെ താല്പര്യപ്രകാരം ഒരാളോട് സുവിശേഷം പറയുന്നതാണ്
കഴിഞ്ഞ ദിവസം ഞാൻ ഒരാളെ ശുശ്രൂഷിക്കാൻ മറ്റൊരു ദേശത്തുള്ള ഒരാളെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുക ഫോണിൽ കൂടെ. അപ്പം എനിക്കറിയാം അവർ പോകുന്ന സഭയിൽ ചില ബുദ്ധിമുട്ടുള്ളതെന്ന് മനസ്സിലായി. പക്ഷെ ഞാൻ പ്രാർത്ഥിച്ച് അവരോട് ചെയ്തെന്നു. ഞാൻ പറഞ്ഞു, നിങ്ങളെ ഒരു സഭയിൽ നിന്ന് ഞാൻ പുറത്തിറക്കി ശുശ്രൂഷിക്കത്തില്ല. നിൽക്കുന്നിടത്ത് നിൽക്കുക. രക്ഷിക്കപ്പെട്ട് വേർപെട്ട സഭയാണെങ്കിൽ അവിടെ നിൽക്കുക. ദൈവത്തിന് എവിടെ വേണേൽ പ്രവർത്തിക്കാം. നിങ്ങളെ സഭ വിട്ടോടിയത് കൊണ്ടോ ദൈവദാസന്റെ പെരുപ്പം കണ്ട് ചാടിയത് കൊണ്ടോ ഒന്നും ദൈവം പ്രവർത്തിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. എവിടെയും പ്രവർത്തിക്കുന്നവൻ കർത്താവാ. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ പാസ്റ്റർ നിങ്ങൾക്ക് അങ്ങോട്ട് സ്നേഹം കിട്ടുന്നില്ല, അങ്ങോട്ട് കൊണ്ടുകൊട്. ഓ പാസ്റ്റർ, അവിടെ ഇങ്ങനത്തെ ശുശ്രൂഷയൊന്നുമില്ല പാസ്റ്ററെ. ഞാൻ പറഞ്ഞു, നിങ്ങളെ അതിനെ അവിടെ ആക്കിയേക്കുന്നത് പ്രാർത്ഥിക്കാനാ, ആ ശുശ്രൂഷ വെളിപ്പെടാൻ. ആ ദർശനം എത്ര പേർക്ക് മനസ്സിലായി? അവിടെ വെളിപ്പെടുന്നത് ദൈവത്തിന്റെ കൃപയാ. കൃപ, ദ ഗ്രേസ് ഓഫ് ഗാഡ്. ദൈവത്തിന്റെ കൃപയും ദൈവത്തിന്റെ ഓർഡറുമാണ് വെളിപ്പെടുന്നത്. ദൈവത്തിന്റെ ഓർഡറിന്റെ രണ്ടാമത്തെ ഭാഗം എന്താ? ദ നേച്ചർ ഓഫ് ഗാഡ്. അപ്പോസ്തലനായ പൗലോസ് 2 സ്ഥലത്തെങ്കിലും കൊലോസ്യ സഭയ്ക്കും എഫേസ്യ സഭയ്ക്കുമാണെന്ന് തോന്നുന്നു എഴുതിയപ്പോൾ പറഞ്ഞു, നിങ്ങളുടെ ക്രമം കണ്ട് ഞാൻ സന്തോഷിക്കുന്നു. എന്താണ് ദൈവത്തിന്റെ ക്രമം? നോക്കണമേ, നമ്മുടെ വിഷയം ഇതാണ്. ദൈവം നമ്മളിൽ വസിക്കുവാൻ, 1, അവന്റെ കൽപ്പനകളെ നാം പ്രമാണിക്കുന്നവർ. 2, ദൈവത്തിന്റെ ഓർഡർ. എന്താണ് ഈ ഓർഡർ എന്നാ പറയാൻ പോകുന്നത്? 2 സ്ഥലത്തെങ്കിലും മിനിമം നിങ്ങളുടെ ദേവദാസനൊന്ന് കണ്ടു, നിങ്ങളുടെ ക്രമം കണ്ട് ഞാൻ സന്തോഷിക്കുന്നു. ഐ സീ യുവർ ഓർഡർ. നിങ്ങളാരും ഇത് വായിച്ചിട്ടില്ലെന്ന് മനസ്സിലായി. ദാസം വായിച്ചിട്ടുണ്ടാവും. കൊലോസ്യർ 2:5 വായിച്ച. കൊലോസ്യർ 2:5. ദി ഓർഡർ, നിങ്ങളുടെ ക്രമം. ഞാൻ ശരീരം കൊണ്ട് വായിച്ചോ. നിങ്ങളുടെ ക്രമവും ക്രിസ്തുവിൽ നിങ്ങൾക്കുള്ള വിശ്വാസത്തിന്റെ സ്ഥിരതയും കണ്ട്. കേട്ടല്ലോ അദ്ദേഹം എന്തൊക്കെയാ കൊലോസ്യർ എഴുതുന്നത്? ദൈവമക്കളെ, ഞാൻ ശരീരം കൊണ്ട് എവിടാ? പുള്ളി ദൂരെയാണ്. ആത്മാവ് കൊണ്ട് നിങ്ങളോട് കൂടെയുള്ളവനായി നിങ്ങളുടെ ക്രമവും ക്രിസ്തുവിൽ നിങ്ങൾക്കുള്ള വിശ്വാസത്തിന്റെ സ്ഥിരതയും. ഈ ശരീരം കൊണ്ട് ദൂരസ്ഥനായി ഈ പുള്ളിക്കാരൻ എങ്ങനെയാ കണ്ടത്? ഇന്റർനെറ്റ് ഇല്ല, വാട്സാപ്പ് ഇല്ല, ഈ പരിപാടികളൊന്നും ഇല്ല. പുള്ളി എങ്ങനെ ഇത് മനസ്സിലാക്കിയേ? ആത്മാവിൽ എങ്ങനെ മനസ്സിലാക്കി? ഞാൻ ചില സഭകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എനിക്കത് സെൻസ് ചെയ്തിട്ടുണ്ട്. നല്ല ശാന്തമായി ഹാപ്പി ആയിട്ട് ഇങ്ങനെ ഒഴുകുന്ന സഭകളെക്കുറിച്ച് എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതൊരു പ്രത്യേക അനുഭവമാണ്. സ്തോത്രം. അദ്ദേഹത്തിന് മനസ്സിലായി, ദൈവാത്മാവ് വെളിപ്പെടുത്തി കൊടുത്തു. അദ്ദേഹം പറഞ്ഞു, യേശുവേ, ഞാൻ കൊലോസ്യ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമ്മുടെ സഹോദരനായ എപ്പാഫ്രാസിനെ നീ അവിടെ അയച്ചല്ലോ, അവൻ മുഖാന്തരം ആ സഭ വെളിപ്പെട്ട് വന്നല്ലോ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ പൗലോസിന് എന്തോ ഇതിൻ്റെ കേടാന്ന് നോക്കിയാണ്. എപ്പാഫ്രാസിനെ അവിടെ പേര് കിട്ടത്തുള്ളൂ, എന്നിട്ട് ഇങ്ങനെ അവിടെ പ്രാർത്ഥിക്കുന്ന വല്ല കാര്യമുണ്ടോ? സ്തോത്രം. ആർക്കൊന്നും മനസ്സിലായില്ല. ഞാൻ, എൻ്റെ സഭ, ഞങ്ങളുടെ ആൾക്കാർ, ഡിനോമിനേഷൻ. അതാ ഡിനോമിനേഷൻ. യേശുവിൻ്റെ അടുത്തിരിക്കുന്ന ആളുകൾ പറ, ക്രിസ്തുവിൻ്റെതാണ് സഭ. ഹല്ലേലൂയ. അപ്പൊ നോക്കിക്കേ, ആത്മാവ് കൊണ്ട് നിങ്ങളോട് കൂടെയുള്ളവനായി പൗലോസ് അപ്പോസ്തലൻ ആത്മാവിൽ കൊലോസ്യ സഭയുടെ കൂടെ പ്രാർത്ഥിക്കുകയാണ്. ആത്മാവിൽ അദ്ദേഹം കൂടെ ഉണ്ട്. സ്തോത്രം. എന്നിട്ട് പറയുന്നത് എന്താ? ഒന്നാമത് കണ്ടത് എന്താ? നിങ്ങളുടെ ക്രമം. ക്രമം ക്രമം എന്താ ഈ ക്രമം? ഒരു സങ്കീർത്തനം, ഒരു പുതിയ നിയമം, പിന്നെ പാസ്റ്റർ പ്രസംഗം, ഒരു 2 പാട്ട്. സ്തോത്രം. സ്തോത്രം അത് പറഞ്ഞു വിട്ടേക്കാച്ച്. നിങ്ങളായിട്ട് പ്രശ്നം ഉണ്ടായി, നമ്മളായിട്ട് പ്രശ്നമുണ്ട്. ഒരു ചെറിയ സ്തോത്ര കാഴ്ച. ക്രമം, അത് ക്രമത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. ക്രമത്തിൻ്റെ യഥാർത്ഥ ക്രമം എന്താന്ന് ഈ പകൽക്കാലം നിങ്ങളോട് പറയാൻ പോവാം. എന്താ യഥാർത്ഥ ക്രമം എന്നറിയോ? ക്രിസ്തുവിൻ്റെ സ്വഭാവമാണ് യഥാർത്ഥ ക്രമം. ഇതൊരു വെളിപ്പാടാണ്. ഇത് മനസ്സിലാക്കുക. പിടിക്കുന്നവർക്കായി സ്തോത്രം. ഇന്ന് പകൽക്കാലം വിളിച്ചു പറയുകയാണ്. ഇത് ശരിയായിട്ട് ആത്മാവിൽ പിടിച്ചു കിട്ടിയാൽ നിങ്ങളുടെ 110 പ്രശ്നങ്ങൾക്കും ഇത് മതി. ക്രിസ്തുവിൻ്റെ സ്വഭാവമാണ് ദൈവം ആഗ്രഹിക്കുന്ന ക്രമം. ക്രിസ്തുവിൻ്റെ സ്വഭാവം വെളിപ്പെടുത്താൻ പോവാം. മനസ്സിലാക്കണം. നിങ്ങൾ ചിന്തിക്കുക, കേരളത്തിൽ സിനിമാ ലോകത്ത് പ്രസിദ്ധരായ പല പാട്ടുകാരുണ്ട്. അതിലൊന്നാണ് നിങ്ങളൊക്കെ ജനിക്കുന്നതിന് മുമ്പ്, ഞാനൊക്കെ ജനിക്കുന്നതിന് മുമ്പേ ഉള്ള വലിയ പാട്ടുകാരനുണ്ട്. ചോദിക്കട്ടെ, അദ്ദേഹം രാവിലെ ഇവിടെ വന്ന് ആരാധന ലീഡ് ചെയ്താൽ
പ്രിയ വിനു ബ്രദർ പാടുന്ന പോലെയോ ഫേബമോള് പാടുന്നത് പോലെയോ നിങ്ങൾ ആരെങ്കിലും പാടുന്ന പോലെ ആരാധന വെളിപ്പെടുമോ? ആരുണ്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പൊ പുള്ളി ക്രിസ്ത്യൻ പാട്ടാ പാടിയേ. പുള്ളി അല്ല, പുള്ളിയുടെ അപ്പനും ഭയങ്കര ഭാഗവതരായിരുന്നു. പുള്ളി പാടിയാൽ പാട്ട് വരും. പുള്ളി രക്ഷിക്കപ്പെടാത്തത് കൊണ്ട്, യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കാത്തത് കൊണ്ട് പുള്ളി സാധകം ചെയ്ത് രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് വെള്ളത്തിൽ കഴുത്തോളം ഇറങ്ങി നിന്ന് പാടി ഒക്കെ പാടിയത് കൊണ്ട് ദൈവസഭയിൽ വന്ന് ആരാധന വെളിപ്പെടുമോ? കാരണം എന്താ? ആരാധന വെളിപ്പെടണമെങ്കിൽ തല ആരായിരിക്കണം? ക്രിസ്തു ആയിരിക്കണം. തല ക്രിസ്തു ആണെങ്കിൽ ശരീരം മുഴുവൻ ഏത് ക്രമത്തിലാ? ക്രിസ്തുവിന്റെ ക്രമത്തിലാ. മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം. സ്നാനപ്പെട്ടപ്പോൾ ഏത് ക്രമത്തിലോട്ടാ കയറിയെന്നറിയോ? ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനപ്പെട്ട നിങ്ങൾ, ക്രിസ്തുവിന്റെ ശരീരത്തിലേക്ക് ചേരുവാൻ സ്നാനപ്പെട്ടിരിക്കുന്ന നിങ്ങൾ, ക്രിസ്തുവിനെ തലയായി എന്നുമെന്നും അംഗീകരിക്കുവാൻ സ്നാനപ്പെട്ടിരിക്കുന്ന നിങ്ങൾ, ചേർന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. ആ ഒരു ക്രമമാണ് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ ഉദ്ദേശിക്കുന്ന ക്രമം. സ്വന്തം രക്ഷിതാവായി യേശുവിനെ സ്വീകരിച്ചവർക്ക് ശരിയായിട്ടും ആത്മാവിൽ ആരാധന തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ. ക്രിസ്തുവിന്റെ ക്രമം എത്ര പേർക്ക് മനസ്സിലായി? ഇപ്പൊ ചിലർ പറയും കാര്യമൊക്കെ ശരിയായി, രക്ഷിക്കപ്പെട്ടതാ, സ്നാനപ്പെട്ടതാ, അഭിഷേകവും പ്രാപിച്ചതാ, പക്ഷേ ജീവിതത്തിൽ ക്രമമില്ല. ഉത്തരം പറയട്ടെ. ആർക്കാ അതിന് ഉത്തരം പറയാൻ പറ്റും? ദൈവപൈതലെ, ദിവ്യ സ്വഭാവത്തിന് തക്കവണ്ണം നിന്റെ ജീവിതത്തെ നീ പാകപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവിനെ ഏൽപ്പിക്കണം. ദിവ്യ സ്വഭാവത്തെക്കുറിച്ച് നിനക്ക് വെളിപ്പാടുണ്ടാവണം. എന്താണ് ദിവ്യ സ്വഭാവം? ദൈവത്തിന്റെ സ്വഭാവമാണ് ദിവ്യ സ്വഭാവം. ഈ പകൽക്കാലം വിളിച്ചു പറയട്ടെ, ദൈവത്തിന്റെ സ്വഭാവം നിന്റെ സ്വഭാവമാണെങ്കിൽ നിന്റെ ജീവിതം ഏറ്റവും സുഗമമായിരിക്കും. ഈ ദൈവത്തിന്റെ സ്വഭാവത്തിന്റെ ഒരു പ്രത്യേകത ഞാൻ പറയട്ടെ, നല്ല എനിക്കിഷ്ടമുള്ളൊരു സ്വഭാവമാണ്. എന്താണെന്നറിയോ? ഈ വാക്യം ഒന്ന് അടുത്ത വാക്യം വായിച്ചേ. നിങ്ങളുടെ ക്രമവും ഒരുമിച്ച് വായിക്കാം. ക്രിസ്തുവിൽ നിങ്ങൾക്കുള്ള വിശ്വാസത്തിന്റെ സ്ഥിരതയും. സ്ഥിരത. ക്രിസ്തുവിന്റെ ക്രമത്തിന്റെ മനോഹാരിത എന്നറിയോ? സ്ഥിരത. അടുത്തിരിക്കുന്ന ആളോട് പറ, സ്ഥിരത, 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 സ്ഥിരത. ഞാനീ പ്രസംഗിക്കുന്ന പിശാചിന് എന്തൊരു പ്രയാസം എന്നറിയാം. ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം പുള്ളിക്കറിയാം സ്ഥിരമായിട്ടിരിക്കുന്ന ഒരു 10 പേരെ അവിടെ എഴുന്നേൽപ്പിച്ചാൽ അല്ലെങ്കിൽ അവൻ്റെ കച്ചവടം പൂട്ടിയിരിക്കുക. ദേശം നമ്മൾ പിടിച്ചെടുത്ത് കഴിഞ്ഞു. വെല്ലോം പറഞ്ഞ് അറിവില്ലാതെ ഞായറാഴ്ച 2 കൈ ഒടിപ്പിച്ച് അങ്ങ് വിടാൻ കൈയടിക്കുന്നത് നല്ലതാണ്. സ്വത്രം. ഞാൻ ആ അർത്ഥത്തിൽ തെറ്റിദ്ധരിക്കരുത്. വെല്ലോം പറഞ്ഞ് 2 സാക്ഷ്യവും പറഞ്ഞ് 2 കണ്ണുനീര് ഒഴുക്കി അങ്ങ് വിട്ട് കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല. പക്ഷെ ദൈവം നിങ്ങളെ നിങ്ങളുടെ സാഹചര്യങ്ങളുടെ മേൽ എഴുന്നേൽപ്പിക്കാൻ പഠിപ്പിച്ചോണ്ടിരിക്കും. ഞാനിങ്ങനെ ജീവിക്കുന്നത്. സ്ഥിരമാനസൻ എന്നിൽ ആശ്രയം വെച്ചിരിക്കൊണ്ട്, ഒന്നുകൂടെ പറഞ്ഞേ, സ്ഥിരമാനസൻ എന്നിൽ ആശ്രയം വെച്ചിരിക്കൊണ്ട്. ഒന്നുകൂടെ പറ, എല്ലാവരും പറഞ്ഞാട്ടെ, സ്ഥിരമാനസൻ എന്നിൽ ആശ്രയം വെച്ചിരിക്കൊണ്ട് ഞാൻ അവനെ പൂർണ്ണ സമാധാനത്തോടെ നടത്തും. ഈ നിങ്ങളെല്ലാവരും വാതുറക്കാൻ പറയുന്നത് എന്നറിയാം. എൻ്റെ പ്രസംഗം നല്ലതാക്കാനല്ല. എൻ്റെ പ്രസംഗം നല്ലതെന്ന് കർത്താവിനറിയാം. കർത്താവിൻ്റെ അംഗീകാരം എനിക്കുണ്ട്. പക്ഷെ നിങ്ങളെ നാവ് കൊണ്ട് പറയുന്നതാ നിങ്ങൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പലരോടും പറയുന്നത്, നെഗറ്റീവായിട്ട് സംസാരിക്കരുത്. ഇത് നന്നാന്ന്. നിങ്ങൾ നിങ്ങളുടെ അനുഗ്രഹിക്കപ്പെട്ട ആ നാവിലൂടെ ഇത് പറയുമ്പോൾ നിങ്ങൾ അറിയുന്നില്ല. തമ്പുരാൻ പറയും, കുഞ്ഞ് ഞാനത് നടത്തി തരാമെന്നല്ലേ പറഞ്ഞു. ഐ വിൽ ഡു ഇറ്റ് ഫോർ യു. അപ്പൊ നമ്മൾ തിരിഞ്ഞെന്താ പറഞ്ഞു? ഇവിടോ സഭയോ? എടാ, ഞാൻ നട്ടതാടാ സഭ. എൻ്റെ മക്കളെ ഞാനാ കൊണ്ടുവന്നത്. നിങ്ങൾ ഒരിക്കലും പറയാം ഇവിടെ ഒന്നും നമ്മുടെ സഭയിൽ നിങ്ങൾ പറയാം, നിങ്ങൾ പറഞ്ഞാലും പ്രശ്നമൊന്നുമില്ല. തമ്പുരാൻ നടന്ന് കാടത്തും. സ്വത്രം. ഞാൻ കർത്താവിനോട് നടക്കുന്നു. പക്ഷെ നിങ്ങളുടെ ഭവനങ്ങളിൽ പോയി അങ്ങനെ പറയരുത് കേട്ടോ. ഞാൻ നിങ്ങളോട് ഇച്ചിരി സ്നേഹത്തോടെ ചോദിക്കാം കേട്ടോ. നിങ്ങൾക്ക് ആരും അധികാരം തന്നെ നടക്കുമെന്ന് നടക്കാതിരിക്കുമെന്ന് പറയാം. അടുത്തിരിക്കുന്ന നാളെ ഒന്ന് ബലപ്പെടുത്തി സ്നേഹത്തോട് ചോദിച്ചോ, നിങ്ങൾ ആരാ അങ്ങനെ പറയാൻ ചോദിച്ചു? ചോദിക്കാം നിങ്ങളാരാ? എന്റെ ഭാര്യ എന്നോട് ചോദിക്കാം നിങ്ങളാരാ? സന്നിധാനം ഇഷ്ടപ്പെട്ടു.
സ്തോത്രം. മക്കളെ, നമുക്ക് നമ്മുടെ ജീവിതത്തിന്മേൽ അങ്ങനെ ഖണ്ഡിതമായി പറയാൻ അധികാരമില്ല. ബിക്കോസ് നിങ്ങൾ അറിയണം, ഒരു കാര്യം നടക്കുകയില്ല അല്ലെങ്കിൽ ഒരു തെറ്റായിട്ടുള്ളൊരു കാര്യം നടക്കും എന്ന് നിങ്ങൾ പറയുമ്പോൾ അറിയാതെ മരണത്തിൻ്റെ ചെറിയ ഒരു അംശം നിങ്ങൾ വിളിച്ചു പറയാ നിങ്ങളുടെ വീട്ടിലോട്ട്. ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്നപ്പോൾ നിങ്ങൾ പറഞ്ഞു, പാസ്റ്റർ കുഴപ്പമില്ല, ഇച്ചിരി സൈനായിടാ, കുഴപ്പമില്ല, വേറെ ഒന്നും തരാനില്ല എന്നിട്ടാ പാസ്റ്ററോടുള്ള സ്നേഹം കൊണ്ടാ ഒരു ഇച്ചിരി സൈനായിട്. ഞാൻ പറയാനെന്താ, നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് ഞാനൊരു ഇച്ചിരി ഇതുപോലെയാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. എന്താ? നിനക്കൊരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നത് അടയ്ക്കാൻ ആർക്കും സാധ്യമല്ല. സ്തോത്രം. നിങ്ങൾ ബലത്തോടെ എടുക്കാമെന്ന് പ്രതീക്ഷിച്ച ദേവദാസന്മാർ പ്രാർത്ഥിക്കണേ. 2013 ഗുലാൽ സമറാളിൽ വെച്ച് ഒരു നല്ല ദേവദാസൻ, ഞാൻ സ്റ്റേജിൽ നിൽക്കുമ്പോൾ എന്നെ മാനിച്ചു പറഞ്ഞൊരു ദൂതാണ് കഴിഞ്ഞ ദിവസം എനിക്ക് വേണ്ടി ദൈവം പറഞ്ഞത്. ഞാൻ അന്ന് തൊട്ടല്ല, ആദ്യം എനിക്കത് ഹൃദയത്തിൽ വന്നു. എന്നോട് ഇവിടെ പണ്ടുണ്ടായിരുന്ന നമ്മുടെ ശുശ്രൂഷിച്ചൊരു നമ്മുടെ ഷിബു അത് പറഞ്ഞിരുന്നു. പിന്നെ ഈ ദേവദാസൻ പറഞ്ഞു, ഇപ്പോൾ ഈ കൊച്ചു ദേവദാസനും നമ്മുടെ വന്ന ദേവദാസൻ അത് പറഞ്ഞു. ഈ ദിവസങ്ങളിൽ ഞാൻ അത് മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുക. നമ്മളെ കൊണ്ട് ദൈവം ചെയ്യുമെന്ന് പറഞ്ഞാൽ പിന്നെ അതിനെ എതിർത്ത് പറയാം. He will do it. നിങ്ങൾ ഓർത്ത്, സ്വർഗത്തിലെ ദൈവവും ഞാനും ഒരുമിച്ച് സംസാരിക്കുന്ന പറഞ്ഞാൽ എന്തൊരു പദവിയാ. ദൈവമക്കളെ, നിങ്ങൾ ചോദിക്കുന്നതൊക്കെ ദൈവം തരും. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. തരും. എന്റെ കുഞ്ഞുങ്ങളെ കുറിച്ച് ചിലപ്പോൾ ഞാൻ വിചാരിക്കും, കർത്താവേ, ഉടനെ ദൈവത്തിന്റെ ആത്മാവിനെ ഓടി ഓർപ്പിക്കുന്ന ഒരു വാക്യമുണ്ട്. ഒത്തിരി ഉണ്ട് മക്കളെ കുറിച്ച്. അല്ല, ഒന്നങ്ങ് പറയാം, നിന്റെ മക്കളുടെ സമാധാനം വലുതായിരിക്കും. മനസ്സിലായില്ല? എന്ത് ചെയ്യാൻ പറ്റുമോ വെച്ചാൽ നമുക്ക് പുതിയ ഭാഷ വല്ലതും കണ്ടുപിടിക്കാം. നിങ്ങളുടെ മക്കളുടെ സമാധാനം വലുതായിരിക്കും. ദൈവം പറയുന്നതിന് അപ്പുറമുണ്ടോ? ഇല്ല, ഇല്ല, ഇല്ല. ദൈവം പറയുന്നതിനെതിരെ പറയുന്നതൊക്കെ പിശാചില്ലയോ? എതിർ ക്രിസ്തുവിന്റെ ആത്മാവില്ലയോ? നിങ്ങൾ എന്തിനാ എതിർ ക്രിസ്തു പറയുന്നത് കേൾക്കുന്നത്? ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത് കേൾക്കണം, അത് വിളിച്ചു പറയണം. ദൈവത്തിന്റെ വചനം പറഞ്ഞ ആരും ഇന്ന് വരെ ലജ്ജിച്ചിട്ടില്ല. അത് നിങ്ങൾക്കറിയോ? എന്നൊരു സ്വതന്ത്രം പറഞ്ഞേ. അപ്പൊ നിങ്ങൾ ചിന്തിച്ചെന്നറിയോ? ഷിജു പാസ്റ്ററെ കുറിച്ചാണ് പറയുന്നത്. കാരണം പുള്ളി വചനം പ്രസംഗിക്കുന്ന ആളല്ലേ. ഞാൻ നിങ്ങളോട് സത്യം പറയാം, നിങ്ങൾ തരം കിട്ടുമ്പോൾ എല്ലാവരോടും പറയണം, പുതിയ നിയമത്തിൽ നമ്മളെല്ലാവരും ദൈവത്തിന്റെ വചനം കൊണ്ടാണ് ജീവിക്കുന്നത്. All of us, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. എങ്ങനെ വിശ്വാസം കൊണ്ട് ജീവിക്കുന്നത്? നിന്റെ വായിൽ ദൈവം തരുന്ന വചനം നീ പറയണം. സാഹചര്യത്തെ നോക്കി പറയണം. ദൈവം പറഞ്ഞു, ഞാൻ പറയുന്നത്, എന്റെ കുഞ്ഞു പറയുന്നുണ്ട്, 2 പേര് ഒരുമിച്ചൊരു കാര്യം പറഞ്ഞാൽ നടക്കുവോ? അപ്പൊ നമുക്ക് സൈനാഡ് കഴിക്കുന്നത് നിർത്തണം. മതി. സ്തോത്രം. ഈ സൈനാഡ് കഴിക്കുന്ന സ്വഭാവം യാക്കോബ് അപ്പോസ്തലന്റെ കാലത്തും ഉണ്ടായിരുന്നു. യാക്കോബ് 1 നിങ്ങൾ നിരാശപ്പെടേണ്ട, ഈ സ്വഭാവം എല്ലാ മനുഷ്യർക്കും ഉണ്ട്. നിരാശ പറയുക, ഗിവപ്പ് ചെയ്യുക, അതിനകത്ത് കുറ്റബോധം തോന്നേണ്ട ആവശ്യമില്ല. കർത്താവ് നിങ്ങളെ ട്രെയിൻ ചെയ്ത് മാറ്റാൻ പോവാ. കാരണം നിങ്ങൾ ക്രിസ്തു എന്ന തലയ്ക്കകത്ത് ചേർന്ന് സ്തോത്രം വരും. അതുകൊണ്ട് നിരാശപ്പെടേണ്ട. നെഗറ്റീവായിട്ട് സംസാരിച്ചേക്കാം, നെഗറ്റീവായിട്ട് ചിന്തിച്ചേക്കാം. പക്ഷേ നാളെ നിങ്ങൾ ക്രിസ്തുവിന്റെ വചനം പറയുന്നവരായി തീരും. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ക്രിസ്തുവിന്റെ വചനം പറയുമ്പോഴാണ് നിങ്ങൾക്ക് ഒരുപാട് വെളിപ്പാടുകൾ വരുന്നത്, ഒരുപാട് വ്യത്യാസങ്ങൾ വരുന്നത്. ക്രിസ്തുവിന്റെ വചനം പറയുക എന്ന് പറഞ്ഞാൽ അവിടെ വെളിപ്പെടുന്നത് എന്താണെന്നറിയാമോ? ക്രിസ്തുവിന്റെ സ്വഭാവമാണ് വെളിപ്പെട്ട് വരുന്നത്. ഈ തലയാകും വാലല്ല. ദൈവം നിന്നെക്കുറിച്ച് പറഞ്ഞത് എത്ര പേർക്ക്? ഈ നമുക്കൊരു സ്വഭാവമുണ്ട്. നേരിട്ട് എന്നോടൊന്നും പറഞ്ഞില്ല കർത്താവ്. കർത്താവിന് ദാസനാണ്, ദൂത് കിട്ടി, പുള്ളി ഭയങ്കരമായിട്ട് ഏതാണ്ടൊക്കെ ചെയ്യാൻ പോവാ. ഞാൻ നിങ്ങളൊരു രഹസ്യം പറയാം. ദൈവത്തിൻ്റെ ദാസന് ദൈവം ഒരു വചനം കൊടുത്താൽ, ഒരു പ്രോമിസ് കൊടുത്താൽ, അത് ആരുടെയൊക്കെ ദൈവദാസനെ വിളിക്കതറിയാം. നിങ്ങൾക്ക് എത്ര പേർക്ക് സത്യം അറിയാം?
കാരണം ദൈവത്തിൻ്റെ ദാസനെന്നോ നിങ്ങൾക്കൊന്നോ പേര് പറഞ്ഞ ആ രീതിയിലൊരു ഒരു പ്രത്യേകതയില്ല. ഇത് യേശുവിനോട് പിതാവായ ദൈവം സംസാരിച്ചതാ. യേശുവിനോട് പിതാവായ ദൈവം ലോകസ്ഥാപനത്തിന് മുമ്പേ സംസാരിച്ചതാണ്. തൻ്റെ മണവാട്ടിയോട് ക്രിസ്തു സംസാരിച്ചുകൊണ്ടേ ഇരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ആർക്ക് വേണേ എടുക്കാം. എനിക്ക് വെളിപ്പെട്ടത് എങ്ങനെയാണെന്നറിയാമോ? നമ്മുടെ ന്യൂയോർക്കിലെ നമ്മുടെ ആ കൂടിവരല്, പ്രിയ സഹോദരനും സഹോദരി നടത്തുന്ന കൂടിവരവിൽ പോയപ്പോൾ ഒരിക്കൽ അവർ രണ്ടുപേരും തകർത്ത്, നല്ല ദൈവമക്കളാ, തകർത്തു വെച്ച് പ്രാർത്ഥിക്കുക. കർത്താവേ, നീ ഞങ്ങളോട് വാഗ്ദത്തം ചെയ്തിട്ടുണ്ടല്ലോ, ഇവിടെ നടക്കുന്ന പ്രാർത്ഥനയ്ക്കെല്ലാം നീ ഉത്തരം തരും. ഞാൻ പെട്ടെന്ന് കർത്താവേ ഞാൻ പറഞ്ഞു, കർത്താവേ എനിക്കിവിടെ അത് കിട്ടണം. അടുത്ത ആഴ്ച ഇവിടെ വന്നപ്പോൾ ഇവിടെ ആരാണ്ട് വിളിച്ച് അതേ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇവിടെ നടക്കുന്ന പ്രാർത്ഥനയ്ക്ക് നീ ഉത്തരം തരുമെന്ന് വാഗ്ദത്തം ചെയ്യില്ല. ആരോട് പറഞ്ഞെന്നറിയാമോ? ശലോമോനോട് ദൈവം കൊടുത്ത വാഗ്ദത്തമാ. അറിഞ്ഞിരിക്കണം, ശലോമോനോട് കൊടുത്ത വാഗ്ദത്തം ക്രിസ്തുവിൽ ഉവ്വ് ആമേൻ ആണ്. ഇവിടെ നടക്കുന്ന പ്രാർത്ഥനകൾക്ക് ഉത്തരമുണ്ട്. അപ്പൊ എന്നോട് ദൈവം അത് എഴുതി കാണിച്ചില്ല. ഞാൻ രാത്രി ഉറങ്ങിയപ്പോൾ കർത്താവ് ഇങ്ങനെ ദൂതനെ അയച്ചെന്റെ മുമ്പിൽ ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ടു. ഞാൻ വെളിച്ചം കണ്ടില്ല. ഇതുകൊണ്ടൊന്നും വാഗ്ദത്തമോ ദൂതോ എടുക്കാതിരിക്കരുത്. വിശ്വസിക്കണം, ദൈവത്തിന്റെ വചനത്തിലുള്ള സകല വാഗ്ദത്തവും നിങ്ങൾക്കുള്ളതാ. ചിലതൊക്കെ കിട്ടിയവരൊന്ന് ദൈവത്തെ സ്തുതിച്ചോട്ടെ. അത് ചിലത് കിട്ടിയാൽ മുഴുവൻ നിങ്ങൾക്കുള്ളതാ. അലുവാടെ പകുതി റേഷനായിട്ടൊന്നുമല്ല കർത്താവ് തരുന്നേ. ഹല്ലേലൂയ. എനിക്കാണ് റീന അലുവായൊക്കെ ഇങ്ങനെ എന്നെ കാണിച്ചും കൊണ്ടുപോകും. ചുമ്മാ രക്ഷിച്ചാൻ ഇപ്പം അത്രയും കഴിക്കണ്ട, അത്രയും കഴിച്ചാൽ മതി. ശരി, സ്നേഹം കൊണ്ടാ. പുള്ളിക്കാരുടെ വിചാരം എനിക്ക് 19 വയസ്സാണ്, എനിക്ക് 30-35 വയസ്സായുള്ളൂ. പക്ഷെ കർത്താവ് അങ്ങനെയല്ല അലുവ തരുന്നേ. കർത്താവ് ധാരാളമായിട്ട് തരുന്നേ, ഇഷ്ടം പോലെ തരുന്നതാ. സകല വാഗ്ദത്വവും നിങ്ങൾക്കുള്ളതാ, നിങ്ങൾക്ക് നിങ്ങളുടെ തലമുറയ്ക്കുമുള്ളതാ. സ്തോത്രം. വിശ്വസിക്കണം, എന്നിട്ട് പറയണം. ദൈവത്തിൻ്റെ ക്രമം. ദൈവം നിങ്ങളുടെ കൂടെ നിരന്തരം വസിക്കണമെങ്കിൽ ആവശ്യം എന്താ? ദൈവത്തിൻ്റെ ക്രമം. ക്രിസ്തു നിങ്ങൾക്ക് തലയാണെങ്കിൽ ശരീരം മുഴുവൻ ആ ക്രമത്തിലേക്ക് വരും. ആ ക്രമം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വാഗ്ദത്തം നിങ്ങളുടെ നാവ് കൊണ്ട് പറയുന്നത്. അപ്പം ചിലർ പറയും, പക്ഷേ അങ്ങനെ സത്യം പറഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം വന്നാലും പെട്ടെന്ന് ആദ്യം വരുന്നത് എന്തുവാ? ഒരു പ്രയാസം വരുമ്പോൾ ആദ്യം വരുന്നത് എന്താ? സാധാരണഗതിയിൽ നിങ്ങളൊക്കെ വിശുദ്ധരും വളരെ ശ്രേഷ്ഠരുമാണ്, എന്നാൽ പോട്ടെ, പുറത്തുള്ളവരുടെ ആദ്യം പുറത്തേക്ക് വരുന്നത് എന്തുവാ? ആ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ പരാജയം ആദ്യം പുറത്തു വരുന്നത്. അറിഞ്ഞോ? ഇല്ല. അറിഞ്ഞില്ലേ? ഇല്ല. ഉയ്യോ, എന്തോ അറിയാനുള്ളത്? എന്തോ അറിഞ്ഞില്ലേ? ഇല്ല. അത് റിപ്പോർട്ട് ഇങ്ങനെ വന്നു. ആണോ? എത്ര ദശാംശം ഇട്ടതാ! എത്ര ദേവദാസന്മാരെ കാലേ ഞാൻ വീണത്! ആരെങ്കിലും പറഞ്ഞ കാലേ വീഴ. സ്തോത്രം. നിമക്കളോട് രഹസ്യം ഞാൻ പറയാം. ലോകത്തിൻ്റെ ഏത് വിഷയവും നിങ്ങളുടെ മുമ്പിൽ വരുന്നത് നിങ്ങളെ കട്ടപുഴക്കി തകർക്കാനാണ്. എന്നാൽ വേറൊരു വചനം ഇങ്ങനുണ്ട്, ലോകത്തിലുള്ളതിനേക്കാൾ ശക്തൻ നിങ്ങളുടെ അകത്തുണ്ട്. സകല താഴ്മയോട് ഞാൻ പറയട്ടെ, എത്ര യുദ്ധങ്ങൾ. അപ്പം ഞാനിത് പറയുമ്പോൾ എൻ്റെ സഹോദരിയൊക്കെ ചോദിക്കും, എൻ്റെ പൊന്നു ശിശു ബ്രദറെ, ഈ യുദ്ധം നിർത്താറായില്ലയോ? എനിക്ക് ആഗ്രഹം ഉണ്ടായിട്ടല്ല, എനിക്കല്ല യുദ്ധം. നിലനിന്നത് എങ്ങനെയാണെന്നറിയോ? വിളിച്ചവൻ വിശ്വസ്തനാ. അതെനിക്കറിയാം, ഞാൻ പറയാറുണ്ട്, വിളിച്ച ദൈവം വിശ്വസ്തനാണ്. സ്തോത്രം. ലോകത്തിൻ്റെ ഏത് വിഷയവും വരുന്നത് ഒരു പ്രശ്നം, അതൊരു സിമ്പിൾ റിപ്പോർട്ട്, ഡോക്ടേഴ്സ് റിപ്പോർട്ട്, നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ അല്ലാത്തൊരു ഡോക്ടേഴ്സ് റിപ്പോർട്ടിങ് കേട്ടോ. ആ ഡോക്ടേഴ്സ് റിപ്പോർട്ടിനകത്ത് ഡോക്ടർ പാവം അവൾ കണ്ടതായിരിക്കും പറയുന്നത്. പക്ഷെ അയാൾ എഴുതിയ എഴുത്തിനകത്ത് അയാളുടെ വിഷമവും അയാളുടെ സഹതാപവും അയാളുടെ സങ്കടവും എല്ലാം അതിനകത്തുണ്ട്. അയാൾ രക്ഷിക്കപ്പെടാത്തവനല്ലെങ്കിൽ അയാൾ ഏത് ആത്മാവിലാണ് അത് എഴുതിയത്? ഭയത്തിൻ്റെയും നിങ്ങളോടുള്ള സഹതാപത്തിൻ്റെയും. അയ്യോ, ഒരു പാവം, ഞാൻ എഴുതിയിരിക്കുന്ന വ്യക്തി ഒരു 5 വർഷത്തിനകം ഈ ഭൂമി കാണുന്നത്, കഷ്ടം എന്ത് ചെയ്യാൻ പറ്റും? ഇത് പറഞ്ഞ ചായൽ എഴുതുന്നേ, ഇതാ നിങ്ങളുടെ കയ്യിലോട്ട് തരുന്നേ. നിങ്ങൾ അതുപോലെ എഴുതുന്നു. അത് ഡോക്ടറാണല്ലോ ദൈവം. നഖം ഒടിഞ്ഞാൽ ഡോക്ടറെ കാണാനാണല്ലോ പോകുന്നത്, കരങ്ങൾ വെച്ച് കത്താൻ സ്തുതിച്ചാണ്. കാരണം ഡോക്ടറാണല്ലോ നിങ്ങളെ സൃഷ്ടിച്ചത്. ഹല്ലേലൂയ. കോപ്പി അടിച്ചാണോ MBBS പാസ്സായെന്ന് ആർക്കറിയാം?
കോപ്പി അടിച്ചാണ് അല്ലെങ്കിൽ 0+0+2 ആണെങ്കിലും കറഞ്ഞു വരുമ്പോൾ എന്താ? ഡോക്ടറാണ്. ഹല്ലേലൂയ. പിന്നെ നമ്മുടെ ആൾക്കാർക്ക് സ്വഭാവമുണ്ട്, ഒന്നീ ഡോക്ടർ ആയിരിക്കണം, അല്ലെങ്കിൽ എഞ്ചിനീയർ ആയിരിക്കണം. അതിൽ കുറഞ്ഞ പിള്ളേരെ കുറിച്ച് ചിന്തിക്കാനേ പാടില്ല. ഹല്ലേലൂയ. പിന്നെ ഒരു പണി ഇല്ലാത്തവനെ വേണേൽ സുവിശേഷ വേലയ്ക്ക് കൊടുക്കും. ആർക്കൊന്നും മനസ്സിലായോ? ഹല്ലേലൂയ. കൂട്ടത്തിൽ ഇങ്ങോട്ട് വരുന്നതിന് ഒരു കൊച്ചു കഥ പറഞ്ഞോട്ടെ. പണ്ട് നല്ല കാലത്ത് ഒരു പള്ളിയിലച്ഛനൊരു വീട്ടിൽ ചെന്ന്, മത്തായിച്ച മക്കളൊക്കെ എന്തായി? മൂത്തവൻ സന്തോഷമായിട്ടിരിക്കുന്നു. മൂത്തവൻ ഡോക്ടറാ, ഓ സന്തോഷം. രണ്ടാമത്തവനോ? അവൻ എഞ്ചിനീയറാണ്, ആ സ്തോത്രം. മൂന്നാമത്തവനോ? അവനെ പള്ളിയിലച്ഛനാക്കാനിരിക്കുക. എന്താ മത്തായിച്ച? ഒരു പണിക്കും കൊള്ളുക. ഇതൊക്കെയാ ദൈവവേലയെ കുറിച്ചുള്ള ചിന്ത. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് വെല്ലുവിളിക്കാം, നിങ്ങളുടെ കുഞ്ഞുങ്ങളിൽ എല്ലാ മക്കളും നല്ലതാ, ഏറ്റവും കഴിവുള്ളതിനെയും ബുദ്ധിയുള്ളതിനൊക്കെ ദൈവവേലയ്ക്കൊന്ന് കൊടുത്താൽ എന്താ? ഒന്ന് കൊടുത്തു നോക്കിക്കേ. ഇനി അതാണോ വിളിയോ? അതാണെങ്കിലോ ദൈവത്തിന്റെ ഉദ്ദേശം? അതെങ്ങനെ ഭാഷ? 10 പേരൊന്നും അറിയണ്ടേ? ഞങ്ങൾ വന്ന് അധ്വാനിച്ച് ഞങ്ങളുടെ പിള്ളേരെ പിന്നെ ഭയങ്കരമായെന്ന് 10 പേരൊന്നും അറിഞ്ഞിട്ട് വേണ്ടേ ഞങ്ങൾക്കൊന്ന് ദൈവവേല വിടാൻ? അവിടെ ഇരിക്കത്തേ ഉള്ളൂ. അറിയിക്കുന്നത് ദൈവമാ, അറിയിക്കാൻ ദൈവത്തിന് അറിയാം. മക്കളെ ഒന്ന് കൊടുത്തു, ആത്മാർത്ഥം കൊടുത്തു നോക്കി. കർത്താവെ പഠിപ്പിച്ചതിന് സ്തോത്രം, സൗന്ദര്യത്തിനായി സ്തോത്രം, എല്ലാത്തിനായി സ്തോത്രം. പക്ഷേ എൻ്റെ മക്കളെ കുറിച്ച് നിനക്ക് അങ്ങനെ ഒരു ഉദ്ദേശമുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് മതി. ബാക്കി എത്ര പേർക്ക് പറയാൻ തൻ്റെ ഇടമുണ്ട്? വെല്ലുവിളിച്ച് ചോദിക്കുക, തൻ്റെ ഇടമുണ്ട്, കൊടുക്കുക. ഇവിടെ ഇരിക്കുന്ന സകല അപ്പനോട് അമ്മയോട് ഞാൻ സ്നേഹത്തിൽ പറയുക, കൊടുക്ക് മക്കളെ. നിങ്ങൾ കഴിഞ്ഞിട്ടുള്ള അധികാരമേ ഉള്ളൂ. കൊടുത്തു നോക്ക്, അപ്പോഴേ അറിയത്തുള്ളൂ. ഞാൻ കൊച്ചു കാര്യം പറയാം, നിങ്ങളെ കുറിച്ചൊന്നും അല്ല കേട്ടോ. സാധാരണ മനുഷ്യർക്കൊരു സ്വഭാവമുണ്ട്, ഞാൻ ഉൾപ്പെടെ ജഡത്തിലായിരിക്കുന്ന മനുഷ്യർക്കൊരു സ്വഭാവമുണ്ട്. എന്നറിയാം, നമുക്ക് ലഭിക്കാത്തത് മക്കളിലൂടെ നേടിയെടുക്കുക എന്ന് പറയുന്നൊരു സ്വഭാവം മനുഷ്യർക്കുണ്ട്. അതിനതിൻ്റെ നന്മയുണ്ട്, അതിനതിൻ്റെ സ്വാർത്ഥതയുണ്ട്. അതാ കറക്റ്റ് വാക്ക്. നമുക്ക് നഷ്ടപ്പെട്ടു, നമുക്ക് ജീവിതത്തിൽ ചില നന്മകളൊന്നും കാണാൻ പറ്റിയില്ല, മക്കൾക്കത് കാണണം, നല്ലതാ. എന്നാൽ ഇങ്ങനൊന്ന് ചിന്തിച്ചേ, കർത്താവേ എന്നെ കൊണ്ട് സാധിക്കാത്തത് നിന്റെ വേലയെ സംബന്ധിച്ച് എൻ്റെ മക്കളെ കൊണ്ടൊന്ന് ചെയ്യിപ്പിച്ചെടുക്കണം, പ്രാർത്ഥിക്കാം. ഇപ്പം കർത്താവ് തന്നൊരു പ്രകാശനമാണ്, നിങ്ങൾ ഏറ്റെടുക്കുമെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് കർത്താവ് തന്നേ. നിങ്ങളുടെ സഭയോട് കർത്താവ് സംസാരിക്കും, നിങ്ങൾ ഏറ്റെടുക്കുന്നവരായിരിക്കണം. കരങ്ങളടിച്ച് കർത്താവിനെ സ്തുതിച്ച് ചുമ്മാ പറഞ്ഞു നോക്കണം. കർത്താവ് എനിക്ക് തന്നതിൽ 2, 3, 4 എല്ലാത്തിനെയും തന്നിരിക്കുക. ഒന്ന് ശ്രമിച്ചു നോക്കണം, ഒന്ന് പറഞ്ഞ് ആത്മാർത്ഥമായിട്ടൊന്ന് പറയണം. ഇങ്ങനെ പറയരുത്, ഞങ്ങൾ സമർപ്പിച്ചു പിന്നെ അവർക്ക് വേണേ ചെയ്യട്ടെ. നോ 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 നോ. അതൊക്കെ വളരെ ക്ലവർ മെത്തഡ്. നമ്മുടെ ഈ ജഡ മഹാവില്ലന, അടുത്തിരിക്കുന്ന ആൾ പറഞ്ഞു, നമ്മുടെ ഈ ജഡ മഹാവില്ലന. ഒന്ന് പറഞ്ഞേ. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നിങ്ങൾക്ക് അമേരിക്കയിൽ വരണമായിരുന്നു. കർത്താവ് എനിക്ക് അമേരിക്ക വരാൻ ആഗ്രഹമുണ്ട്, പിന്നെ വേണേ നടക്കട്ടെ എന്ന് പറഞ്ഞു. വിസയ്ക്ക് പോയി, കോൺസുലേറ്റിൽ പോയി, പാസ്പോർട്ട് എടുത്തു, കാണേണ്ടവരെയൊക്കെ കണ്ടു, ചെയ്യേണ്ടതൊക്കെ ചെയ്തു. സ്വന്തം പറഞ്ഞേ. പിള്ളേരുടെ കാര്യത്തിൽ ഒന്ന് പ്രാർത്ഥിച്ചേ, ഒന്ന് കൊടുത്തേ. കർത്താവേ എൻ്റെ മക്കൾ ദൈവവേലയ്ക്കുള്ളതാണെങ്കിൽ തടയപ്പെടരുത്, തടഞ്ഞു പോകരുത്. നിങ്ങൾ ലോകത്തിൽ സ്വപ്നത്തിൽ കാണുക. എനിക്ക് അപമാനം കിട്ടിയിട്ടുണ്ട്, എന്നെ അപമാനിച്ചിട്ടുണ്ട് പലരും അറിയാതെ. സ്വന്തം മക്കളോട് പറയുന്ന കേട്ട് എൻ്റെ മനസ്സ് വേദനിച്ചിട്ടുണ്ട്. വേറെ പണിയൊന്നുമില്ലാതെ വല്ലവനും സുവിശേഷ വേലയ്ക്ക് വല്ല നീയെങ്ങാനും പോയിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, ഇന്ന് ഞാൻ വെല്ലുവിളിച്ച് പറയാം, സുവിശേഷ വേലയ്ക്ക് കർത്താവിന്റെ കീഴിൽ നിൽക്കുന്നത് പോലെ ആനന്ദവും സന്തോഷവും മാന്യതയും നിങ്ങൾക്കും നിങ്ങളുടെ പിള്ളേർക്കും എവിടെയെങ്കിലും കിട്ടുമെങ്കിൽ കൊണ്ടുപോവാ. Bring it to the presence of God. ദൈവത്തിന്റെ സന്നിധി കൊണ്ടുവെക്ക. നീ 1000 ഡോക്ടറോ മെഡിസിനോ പഠിക്കുന്നതിനേക്കാൾ സ്വർഗത്തിലെ ദൈവത്തിന്റെ വചനം പറയാൻ കിട്ടുന്ന പോലെ ഭാഗ്യം ഇല്ലെന്ന് ഞാൻ വെല്ലുവിളിച്ച് പറയുന്നു. സ്തോത്രം. പലരുടെയും ചിന്തയതാ, വേറെ പണിയൊന്നും കിട്ടാത്തോണ്ട്. ആരും ഒന്നും മിണ്ടിയില്ലല്ലോ. സ്തോത്രം. ഒന്ന് പറയട്ടെ, ദൈവവേലയിൽ നിരന്തരം നിൽക്കാനും വേണം ഒരു കൃപ, അതിനും വേണം ഒരു തൻ്റെ ഇടം, അതിനും വേണം ഒരു മിടുക്ക്. അത് സ്വർഗത്തിലെ തമ്പുരാൻ തരുന്നത് പറഞ്ഞു നിൽക്കുന്നവനാ അനുഗ്രഹിക്കപ്പെട്ടവൻ. ദൈവവേല കുറച്ച് കാണരുത്. ഒരുപക്ഷെ 2, 3 തലമുറയ്ക്ക് മുമ്പ് നമ്മുടെ പൂർവ്വപിതാക്കന്മാർ അതിന്റെ വില മനസ്സിലാക്കാഞ്ഞിട്ടാ. നിങ്ങളത് മനസ്സിലാക്കിക്കണം. നിങ്ങളുടെ മക്കളെ ദൈവവേലയ്ക്ക് ദൈവം വിളിക്കുന്നുണ്ടെങ്കിൽ സന്തോഷത്തോടെ ഇട്ട് കൊടുക്കണം. എടുത്തോ, ഇന്ന പിടിച്ചോ, നീ തന്നതാ, നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. ഇത് വിശ്വസിക്കുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം.
ഒരുപക്ഷെ അതാണ് ദൈവത്തിൻ്റെ ക്രമം നിങ്ങളുടെ ജീവിതത്തെങ്കിലോ. ക്രിസ്തുവാണ് തലയെങ്കിൽ പിന്നെ ശരീരത്തിന് വേറൊരു തലയില്ല. 2 തല വൃത്തികേടാ കേട്ടോ. എത്ര പേർക്ക് അതറിയാം? എത്ര സുന്ദരനാണെങ്കിലും സണ്ണിച്ചാൻ ഒരു തലയും കൂടെ വന്നാൽ, സണ്ണിച്ചാനെ പോലെ തന്നെ അതേ സൗന്ദര്യമുള്ള ഒരു തല വന്നാൽ, മുഖം വന്നാൽ, ഒരു തല സൗന്ദര്യം സുന്ദരൻ. സ്തോത്രം. നമുക്കൊരു തലയേ ഉള്ളൂ, അവനിൽ. അതാണ് നമ്മുടെ ക്രമം. അവൻ എന്തു പറയുന്നു അതാണ് എനിക്ക് പഥ്യം. ഞാൻ നിങ്ങളോടൊരു കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ കർത്താവ് പറയുന്നത് പോലെ അനുസരിക്കുന്നിടത്ത് ഭയങ്കര സമാധാനം, സ്വസ്ഥതയും. അവന് നമ്മുടെ ഒന്നും പിടിച്ചു പറിക്കാനോ ഒന്നും വേണ്ടിയിട്ടല്ല, നിങ്ങളെ ഒന്നുകൂടെ ഒന്ന് അനുഗ്രഹിക്കാനാ, ഒന്നുകൂടെ ബ്ലസ് ചെയ്യാനാ, ഒന്നുകൂടെ സ്ട്രെങ്തൻ ചെയ്യാനാ. അല്ലാതെ കർത്താവ്, നിങ്ങൾ വിചാരിക്കരുത് കർത്താവ് ഇങ്ങനെ നിങ്ങളുടെ കൂടെ ഇങ്ങനെ അള്ളിപ്പിടിച്ച് കിടന്നേച്ചും അത് ചെയ് ഇത് ചെയ് എന്നെങ്കിലും നീ സ്വർഗത്തിൽ വരുമ്പോൾ നിനക്ക് ഞാൻ ഒന്ന് കെട്ടിപ്പിടിക്കുക. അതൊന്നും അല്ല, അതൊക്കെ തെറ്റായ കാഴ്ചപ്പാടാ. സ്വർഗത്തിൽ ചെന്നേച്ച് കെട്ടിപ്പിടിക്കാനല്ല, ഇവിടെ തന്നെ കെട്ടിപ്പിടിക്കാനാ. എനിക്ക് എപ്പോഴും നിന്റെ കൂടെ വസിക്കണമെന്നാ സ്വർഗത്തിലെ ദൈവം നിന്നോട് പറയുന്നേ. ഐ വാണ്ട് ടു ഡ്വെൽ വിത്ത് യു. എനിക്ക് നിന്റെ കൂടെ വസിക്കണം. ഓ സ്തോത്രം. ഹിന്ദുവും മുസൽമാനും അറിഞ്ഞുകൂടാത്ത ഏതോ ദൈവത്തിന്റെ പുറകെ പോകുമ്പോൾ ജീവനുള്ള ദൈവം നമ്മളെ അന്വേഷിച്ച് വന്നിരിക്കുക. അറിവില്ലാത്തവൻ മെക്കയ്ക്കും അവിടെയും ഇവിടെയും ശബരിമലയ്ക്കും പോകുമ്പോൾ ക്രൂശിൽ വന്ന് പിതാവ് ഉയർത്തെഴുന്നേൽപ്പിച്ച് നിന്റെ ഹൃദയത്തിൽ വസിക്കാൻ എന്റെ ദൈവം ആഗ്രഹിക്കുക. സ്തോത്രം. നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. ഈ പ്രശ്നം എന്ന് ചോദിച്ചാൽ ദൈവത്തിന്റെ വചനം നിർത്താനൊന്നും പറ്റത്തില്ല. റോമർ 10:8 മുതൽ 10 വരെയുള്ള വാക്യം ഒന്ന് വായിച്ചേ. ഇന്ന് നിങ്ങളെ പരിശുദ്ധാത്മാവിലൊന്ന് നിറഞ്ഞേ. ഹല്ലേലൂയ. റോമർ 10. ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ചോദിക്കുന്നതൊക്കെ ലഭിക്കും. നിങ്ങൾ ചോദിക്കുന്നതൊക്കെ കർത്താവ് തരുമെന്നാ പറഞ്ഞേ. മോളെ 8, റോമർ 8. Romans 8. I want the word of God to. ഓക്കെ, അതിൻ്റെ റോമൻസ് 8:8 പോയിക്കേ. നിങ്ങൾ നന്നായിട്ടൊന്ന് പ്രാർത്ഥിച്ചൊന്ന് വായിച്ചേ. ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിവില്ല. 9, നിങ്ങളോ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവരത്രേ. ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. 10, ക്രിസ്തു നിങ്ങളിലുണ്ടെങ്കിലോ ശരീരം പാപനിമിത്തം മരിക്കേണ്ടതെങ്കിലും ആത്മാവ് നീതി നിമിത്തം ജീവനാകുന്നു. വലിയ അർത്ഥമാണ്. നിങ്ങൾ നിന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് പറയാം. മോളെ 8 പോയിക്കേ. 8:8 ഓർക്കണം. ഒക്കുമെങ്കിൽ വീട്ടിൽ പോയി നിങ്ങളിത് വായിച്ച് ധ്യാനിക്കണം. റോമർക്ക് എഴുതിയ ലേഖനം വരുമ്പോൾ ഞങ്ങൾ ശിശുക്കളാ, ബൈബിൾ കോളേജിൽ പോയിട്ടില്ല എന്നും പറയരുത്. ഇത് കർത്താവ് തന്റെ മക്കൾക്ക് ദാനമായി കൊടുക്കുന്നതാ. സ്തോത്രം. 1, ജഡസ്വഭാവം. ഇത് ലോകത്തിലുള്ളവരെ കുറിച്ചല്ല പറയുന്നത്, രക്ഷിക്കപ്പെട്ടതിന് ശേഷവും ആത്മീക ശൈശവമായുള്ളവരെ കുറിച്ചാണ് പറയുന്നത്. ജഡസ്വഭാവം. ആമേൻ. ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിച്ചാലും 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 ഒക്കെ അത് ജഡസ്വഭാവം. മനസ്സിലാവുന്നുണ്ടോ? ദൈവത്തിന്റെ ക്രമം എന്താണെന്ന് ഞാൻ പറഞ്ഞത്, ദിവ്യ സ്വഭാവം. ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ. എന്നാൽ 9, നിങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. തൊട്ട് തലോടി അങ്ങ് പോകുകയല്ല. ഞായറാഴ്ച രാവിലെ വരുമ്പോൾ ദൈവദാസന്മാരോ ദൈവദാസിമാരോ എഴുന്നേൽപ്പിച്ച് നിങ്ങളെ എഴുന്നേൽപ്പിക്കുന്നവരായിട്ടല്ല. അതൊരു സാഹചര്യമാണ്, അതൊരു കാലഘട്ടമാണ്. അതിൽ നിന്ന് സഭ വളർന്നേ മതിയാവും. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ മേൽ വളർച്ച പ്രഖ്യാപിക്കുക. കരങ്ങളടിച്ച് കർത്താവിനെ സ്തുതിക്കുക. വളർച്ച പ്രഖ്യാപിക്കുക, വളർച്ച പ്രഖ്യാപിക്കുക. നിങ്ങളുടെ ആത്മമനുഷ്യനിൽ വളർച്ച പ്രഖ്യാപിക്കുക, പക്വത പ്രഖ്യാപിക്കുക. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ വളർച്ച പ്രഖ്യാപിക്കുകയാണ്. അത് സംഭവിക്കുക തന്നെ ചെയ്യും. വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവരത്ര. അപ്പം നിങ്ങൾ ആത്മീകരാണെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കണം. സ്തോത്രം. ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കണമെങ്കിൽ അതിന് വേണ്ടുന്നതെല്ലാം നിങ്ങൾ കർത്താവിനോട് ചോദിക്കണം. ജഡത്തിൻ്റെ പ്രവർത്തികൾ എന്നിൽ നിന്ന് വെളിപ്പെട്ടു വരുന്നത് എൻ്റെ നാശത്തിനാണെങ്കിൽ ദൈവത്തിൻ്റെ ആത്മസ്വഭാവം എന്നിൽ വെളിപ്പെട്ടു വരുന്നത് എൻ്റെ നന്മയ്ക്കാ. സ്തോത്രം. കർത്താവേ, എൻ്റെ ജഡസ്വഭാവം പുറത്തു വരും. എനിക്കെന്താ പെട്ടെന്ന് ദേഷ്യം വരുന്നത്? ഞാൻ എന്തിനാ ഒന്നും പറഞ്ഞിട്ട് അതിന് ഇറിറ്റേറ്റഡ് ആകുന്നത്? കാരണം ഒരുപക്ഷെ എൻ്റെ വീട്ടിലുള്ള മറ്റുള്ളവർക്ക് ആ ഒരു സ്പിരിറ്റ് ഉണ്ടായിരിക്കും. അവർ വാതുറന്ന് സംസാരിക്കുമ്പോൾ ആത്മീകനായ ആത്മീകത്തിയായ എനിക്ക്
എന്നെ അത് പ്രൊവോക്ക് ചെയ്യുന്നുണ്ടാവും. ഉടനെ ഞാനങ്ങ് പൊട്ടിത്തെറിക്കും, ഞാനും ജഡത്തിലേക്ക് വീഴും. ഇപ്പം ഭവനത്തിലുള്ള ശൈശവമുള്ളവരും ആത്മീകനായ ഞാനും ഏത് തട്ടിലാണ്? പിന്നെ പ്രാർത്ഥിക്കാൻ തോന്നുന്നില്ല. ആർക്കെങ്കിലും മനസ്സിലായോ? നിങ്ങളുടെ കാര്യമല്ല പറഞ്ഞത്. ഹല്ലേലൂയ. മല്ലപ്പള്ളിക്ക് അപ്പുറത്തൊരു സഭയുണ്ട്, അവനെ കുറിച്ച് പറഞ്ഞത്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എന്നാൽ നമ്മൾ ഇന്ന് പ്രാർത്ഥിച്ചു പോകേണ്ടത് ഇതാണ്: കർത്താവേ, എന്റെ ജഡസ്വഭാവം വെളിപ്പെടാതിരിക്കാനുള്ള കൃപ ഇന്ന് എനിക്ക് തരുമാറാകണമേ. എനിക്ക് നിരന്തരം ആത്മാവെന്നിൽ വസിക്കുന്നവനായി ഇന്ന് മടങ്ങിപ്പോയേ മതിയാകൂ. വിശ്വസിക്കുന്നവരെല്ലാം കരങ്ങൾ വെച്ച് കർത്താവിനെ സ്തുതിച്ചാട്ടെ. I want the Holy Spirit to dwell in my life. എന്റെ ജീവിതത്തിൽ നിൽക്കുക തന്നെ വേണം. I want to reside in him. ഹല്ലേലൂയ. അങ്ങനെ വരുന്നുവെങ്കിൽ ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവരത്രേ. എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ സ്വഭാവം നിങ്ങളുടെ ഉള്ളിലുണ്ട്. അപ്പോൾ തല മാത്രമല്ല, സ്വഭാവവും, ശരീരം, സ്വഭാവവും നിങ്ങളിലുള്ളവരാ. നിങ്ങൾ ചിലർക്കൊക്കെ ഫ്രസ്ട്രേഷൻ ഉണ്ടെന്ന് എനിക്കറിയാം. പാസ്റ്ററെ, ഞാൻ എത്ര നന്നായിട്ട് പാട്ട് പാടുന്നു, പ്രസംഗിക്കുന്നു, എനിക്ക് ദൂതുമൊക്കെ ഉണ്ട്, എന്നിട്ടും ദൈവം എന്താ എന്നെ അങ്ങോട്ട് റിലീസ് ചെയ്യാത്ത ശുശ്രൂഷയ്ക്ക്? അതിൻ്റെ കാരണം ഇതാ, നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ വന്നൊന്ന് ശുശ്രൂഷിച്ചേച്ച് ഒന്ന് മടങ്ങി വീട്ടിലോട്ട് പോകുമ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ ഭാര്യ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു. മറ്റുള്ളവരൊന്നും പറയത്തില്ലായിരിക്കും. ഭാര്യ ചിലവരായിരിക്കും, അച്ഛൻ എന്തോ അവിടെ പ്രസംഗിച്ചേ, തീർന്നു. ഇങ്ങനെ സ്വഭാവമുള്ള സ്ഥിരതയില്ലാത്തവരെ എങ്ങനെ നമ്മൾ ബലപ്പെടും? കർത്താവ് പറയും, എനിക്ക് 10 രോഗികളെ സൗഖ്യമാക്കാനുണ്ട്, റെഡിയാണോ? ഞാൻ റെഡിയാ കർത്താവേ. പല വീടുകളും പോയി രോഗികളെല്ലാം സൗഖ്യമായി. വീട്ടിൽ വന്നപ്പോൾ ഭാര്യ പറയും, ഓ ഇങ്ങനെ അല്ലേ പുതുക്കാര്യ പ്രസക്തനാ. കാരണം സന്തോഷം മുഴുവൻ എവിടെ ഫോക്കസ് ചെയ്ത് വെച്ചിരിക്കുന്നത്? എൻ്റെ ഭാര്യ എന്നെക്കുറിച്ച് എന്തു പറയുന്നു, അതാണ് എൻ്റെ ആനന്ദം. ഇതവർക്ക് മനസ്സിലായി? അത് ജഡസ്വഭാവമുള്ളവർ. ഇപ്പം വല്ലതും പിടി കിട്ടുന്നുണ്ടോ? ആത്മാവുള്ളവർ, പരിശുദ്ധാത്മാ നിലനിൽക്കുന്നവർ എന്തു പറയുന്നറിയാം? എടാ കുഞ്ഞെ, നീ 10 എടുത്ത് പോയി ശുശ്രൂഷിച്ചെന്നോ അല്ലെങ്കിൽ നീ അധ്വാനിച്ചെന്നോ അവൾക്ക് തിരിച്ചറിവ് വന്നിട്ടില്ല. അവളോ നിൻ്റെ കുടുംബത്തിലെ ഭർത്താവോ മക്കളോ വല്ലതും പറഞ്ഞാൽ ശാന്തമായിട്ടിരിക്കാൻ, ആ സമയത്ത് അവർക്ക് വേണ്ടിയോട് പ്രാർത്ഥിക്കാൻ എൻ്റെ പക്കൽ ആവോളം കൃപയുണ്ട്. എത്ര പേർക്ക് ഏറ്റെടുക്കാൻ പറ്റും? ഇത് ജീവിക്കുന്ന സഭയാണ്. ഇവിടെ ജീവനുള്ള ദൈവമാണ് ഇവിടെ ഉള്ളത്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് കാറ്റ് പോകാൻ ആരെങ്കിലും ഞാനിവിടെ കാണത്തില്ലായിരുന്നു. സ്തോത്രം. നിലനിർത്തിയ കൃപയാ വിളിച്ചു പറയുന്നത്. തമ്പുരാൻ പറഞ്ഞത് ഞാൻ ഏറ്റു പറയുമായിരുന്നു. എത്ര ബലം കുറഞ്ഞാലും എത്ര വീണാലും പിന്നെയും ചാടി എഴുന്നേറ്റ് പറയില്ല. നിലനിർത്തുന്ന ദൈവമാണ്, വിളിച്ചത് ദൈവമാണ്, രക്തം അവൻ്റെതാണ്, അവനെ വീഴിക്കത്തില്ല. വീഴാതെ വണ്ണം എന്നെ സൂക്ഷിച്ച് തന്റെ മഹിമാസന്നിധിയിൽ ആനന്ദത്തോടെ കളങ്കമില്ലാത്തവനായി നിർത്താൻ എന്റെ ദൈവത്തിന് സാധിക്കും. ഓ, എത്ര സാക്ഷ്യമുണ്ടെന്നറിയോ പറയാൻ. ഞാൻ ഒന്നുകൂടെ അങ്ങ് പറഞ്ഞേച്ചും പ്രാർത്ഥിക്കാം. നമ്മൾ ഒത്തിരി വായിച്ചിട്ടുണ്ടല്ലോ. കഴിഞ്ഞ ദിവസം കർത്താവിനോട് ഇടപെട്ടതാണ്. എനിക്കങ്ങ് കരയാതിരിക്കുക. ഞാൻ അങ്ങ് ദൈവസന്നിധി കൊച്ചു കുഞ്ഞിനെ പോലെ പൊട്ടിക്കരഞ്ഞു. ഈ ദാവീദിൻ്റെ കാര്യം പറഞ്ഞത് എന്നെക്കുറിച്ചൊന്നുമല്ല ഞാൻ പറയുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു ക്രിസ്തുവിൻ്റെ കൂടാരമാണ്. പക്ഷെ ദാവീദിനെ കുറിച്ച് ദൈവാത്മാവ് ഒരു കാര്യം പറഞ്ഞു. എന്തെന്നറിയാമോ? ദാവീദിൻ്റെ അഭിഷേകമൊക്കെ ക്രിസ്തുവിൽ നമുക്കെല്ലാം ഉണ്ടല്ലോ. സ്തോത്രം, എനിക്കുമുണ്ട്. സ്തോത്രം. ദാവീദിനെ കുറിച്ച് ദൈവം പറഞ്ഞൊരു വാക്ക് ഞാൻ വായിച്ചപ്പോൾ കർത്താവിനെ ഒന്ന് സ്പർശിച്ചു. ഒരു പോയിന്റ് വന്നപ്പോൾ, ഗോലിയാത്തിനെ തകർക്കുന്നതിന് മുമ്പ് കരടിയുടെയും സിംഹത്തിൻ്റെയും നമ്മൾ കേട്ടതും പ്രസംഗിച്ചതൊക്കെ എങ്ങനെ? ശിംശോനെ കുറിച്ച് വായിച്ചു. ആ ഉത്തേജനം പരിശുദ്ധാത്മായി വന്നു, വലിച്ചു കയറി എന്നൊക്കെയല്ലേ. ഞാൻ അങ്ങനെ പ്രസംഗിച്ചു, അത് സത്യമാണ്. പക്ഷെ ഒരു കൊച്ചു വാക്യം ഉണ്ടായിരുന്നു, ഞാൻ ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. അത് വായിച്ചപ്പോൾ സിസ്റ്ററെ ഞാനങ്ങ് കരയാൻ തുടങ്ങി. എന്നാന്നറിയോ? ദൈവം അവനെ അതിനകത്തൊന്ന് വിടുവിച്ചേ. ദൈവമാണ്. ദാവീദ് വലിയ യുദ്ധ സ്വഭാവമൊക്കെ ഉള്ളവനാ, മനസ്സിലായോ? അവൻ്റെ മേലുള്ള അഭിഷേകം യുദ്ധം ചെയ്യാനുള്ളതാ. ആരംഭകാല പാസ്റ്റർമാർ, അപ്പോസ്തലിക ശുശ്രൂഷയുള്ളവരെല്ലാം യുദ്ധം ചെയ്യുന്നവർ. അതുകൊണ്ടാണ് നമുക്കൊക്കെ പല യുദ്ധങ്ങളുള്ളത്. പക്ഷേ ഇത് വായിച്ചപ്പോൾ ഞാൻ ഒരു 2-3 മിനിറ്റ് ഞാൻ കരഞ്ഞുപോയി. ദൈവമാണ് അവനെ. ഇവൻ ഏത് കരടിയുടെയും പുലിയെയും പിടിച്ചു വലിക്കാൻ പോയാലും ദൈവം അവൻ്റെ മുമ്പിൽ ഇട്ടുകൊടുത്തതാ. കീറടാ വലിച്ച്. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളുടെ മുമ്പിൽ എന്ത് പ്രതികൂലം വന്നാലും ക്രൂശിനേക്കാൾ വലിയൊരു പ്രതികൂലം നിങ്ങൾക്കില്ല പ്രിയരേ. സ്തോത്രം. മാത്രമല്ല, അതിനെ അതിജീവിച്ചിട്ട് കർത്താവ് പറയാ, ഞാനിതിനെ പണ്ട് തോപ്പിച്ചതാ. ഈ നമ്മുടെ സഭയിലെ ജസബേലും അബ്സലോം ഒന്നും ഇല്ല. എത്രവർക്ക് മനസ്സിലായി? ദാവീദ് ഉയർന്നിരിക്കുന്നിടത്തല്ല എന്തുണ്ടാവും? ഗോലിയാത്ത് വരും. ദാവീദ് ഉയർന്നിരിക്കുന്നിടത്തല്ല എന്തുണ്ടാവും? ഏലിയ ഉയർന്നിരിക്കുന്നിടത്തല്ല എന്ത് വരും? ക്രിസ്തു ഉയർന്നിരിക്കുന്നിടത്ത് ഗോലിയാത്തും ഇല്ല,
ജസബേലും ഇല്ല. ഈ എല്ലാം ദൈവമക്കളാ. ചോന ദൈവത്തെ സ്തുതിച്ചാട്ടെ. ക്രിസ്തു ഉയർന്നിരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു അർത്ഥം, നിങ്ങളുടെ അകത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പുനരുത്ഥാനത്തിന്റെ ശക്തി തന്നെ വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. അതിൽ നിങ്ങൾ ബലപ്പെട്ടു വാ മക്കളെ. യേശുവിന്റെ നാമത്തിൽ വിളിച്ചു പറയാ, നിങ്ങൾ ക്രിസ്തുവിൽ ബലപ്പെട. ക്രിസ്തുവിൽ ബലപ്പെട്ടാൽ നിങ്ങൾക്ക് ശുശ്രൂഷിക്കാം, നിങ്ങൾക്ക് പറയാം. നിങ്ങൾ പാടുമ്പോൾ ശുശ്രൂഷ വെളിപ്പെട്ട് വരും. അനേകർക്ക് നിങ്ങളുടെ ശുശ്രൂഷ കൊണ്ട് പ്രയോജനം ഉണ്ടാകും. സ്തോത്രം. പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും വാതുറന്ന് കുറെ നേരം ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കീബോർഡ് വേണ്ട, ഡ്രംസ് വേണ്ട. ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെട്ടു വരുവാൻ ദൈവം മതി. ദൈവത്തിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ വിളിച്ചു പറയട്ടെ, ഈ ജനം അനുഗ്രഹിക്കപ്പെട്ടത്. ഇവർ ജയിച്ചു കയറുന്നവരാ. They are a blessed people. ഇവർ ബ്ലെസ്സഡ് ആണെന്ന് ഞാൻ യേശുവിന്റെ നാമത്തിൽ വിളിച്ചു പറയുന്നു. താങ്ക് യു, താങ്ക് യു ലോർഡ്, 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 താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. നന്ദി, നന്ദി, നന്ദി. ശുശ്രൂഷ അവസാനിപ്പിച്ചല്ലേ പറ്റൂ. തനദാസൻ പാസ്റ്റർ ജോർജ് ഇപ്പോൾ ക്രിസ്തുമായി പ്രാർത്ഥിച്ച് ഈ മീറ്റിംഗ് നമുക്ക് അവസാനിപ്പിക്കാം. കർത്താവേ, ഞങ്ങൾ അങ്ങ് നന്ദിയോട് സ്തുതിക്കുന്നു. പിതാവേ, നീ നല്ലവനാണ്, നീ വലിയവനാണ്, നീ പരിശുദ്ധനാണ്. നിന്റെ ആട്രിബ്യൂട്ട്സ്, നിന്റെ ഗുണങ്ങൾ, നിന്റെ സ്വഭാവം അതെത്ര ശ്രേഷ്ഠമാണ്. കർത്താവേ, ഞങ്ങളുടെ നന്മയല്ല, ഞങ്ങൾക്ക് ഒത്തിരി പരാജയങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഒത്തിരി കുറവുകൾ ഉണ്ടായിട്ടുണ്ട്. എന്തൊക്കെ ഉണ്ടായാലും നീ ഞങ്ങളുടെ ദൈവമാ. നീ ഞങ്ങളെ ഉപേക്ഷിക്കത്തില്ല. ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല, ഒരു നാളും കൈവിടുകയില്ല. ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിന്നോട് കൂടെയുണ്ട്. നിന്റെ നന്മയെ ആശ്രയിച്ചല്ല, എൻ്റെ നന്മ സൗജന്യമായി തന്ന് ഞാൻ എൻ്റെ നന്മ നിന്റെ മേൽ സ്ഥാപിച്ചിരിക്കുകയാണ്. ഞാൻ എൻ്റെ നീതി നീ എന്നിൽ വിശ്വസിച്ചതുകൊണ്ട് നിന്റെ മേൽ സ്ഥാപിച്ചിരിക്കുകയാണ്. വിശ്വസിക്കുവാൻ ഞങ്ങൾക്ക് നീ അവസരം തന്നു, നീ കൃപ തന്നു. ഞാൻ അതിവിടെയും ദൈവമേ, ലോകസ്ഥാപനത്തിന് മുമ്പേ ആദിയിൽ കർത്താവേ, പാടിശൂന്യമായി ഭൂമി ആയിരുന്നപ്പോഴും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിന്മേൽ പൊരുന്നിരുന്നത് പോലെ ഞങ്ങളുടെ തലമുറകൾക്ക് മുമ്പേ, ലോകസ്ഥാപനത്തിന് മുമ്പേ ഞങ്ങൾക്ക് വേണ്ടി ദൈവമേ പരിശുദ്ധാത്മാവ് വാദിച്ചു കൊണ്ടിരുന്നു. അതുകൊണ്ടാണ് കർത്താവ് ഞങ്ങളായിരിക്കുന്നത്. അതുകൊണ്ടാണ് നിന്റെ ശബ്ദം കേൾക്കാനിടയായത്. അതുകൊണ്ടാണ് വിശ്വസിക്കാനിടയായത്. എല്ലാം നിന്നിൽ ആരംഭിച്ചതാ. നീ ആരംഭിച്ചത് നീ നിവർത്തിക്കും. നീ പരാജയപ്പെടുന്ന ദൈവമല്ല. രാത്രി നിന്റെ ജയം തന്ന് നിന്റെ സഭയെ പിന്നെ നീ അനുഗ്രഹമായി ജയോത്സവം മുന്നോട്ട് നടത്തുന്നതിനായി സ്തോത്രം. ആത്മസ്വഭാവമുള്ളവരായി ആത്മാവിൽ ദൈവത്തെ പോലെ ആകുവാൻ നീ ഞങ്ങളെ വിളിച്ചിരിക്കുന്നു. അത് നിവർത്തിക്കുവാൻ നീ ഇടയാക്കുന്നതിനായി സ്തോത്രം. എല്ലാ ഇമ്പാർട്ടേഷൻസിനായി സ്തോത്രം. എല്ലാ പക്വതയിലേക്ക് ഞങ്ങളെ നടത്തുന്നതിനായി വളർത്തുന്നതിനായിട്ട് സ്തോത്രം. നിന്റെ നാമം മഹത്വപ്പെടുക്കട്ടെ. തുടർന്നുള്ള ശുശ്രൂഷയിൽ നിന്റെ കൃപ പെരുകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ.